Welcome, sir. So, good evening and welcome to the session. ഇന്ന് ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തിങ്കിങ് ഡിഫറെൻ്റ്ലി. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു 2 മാസം മുമ്പ് ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നു? പലരും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെ സുഖം നോക്കൂ. ഫാക്കൽറ്റിക്ക് പൈസ കൊടുക്കണ്ട, ഒരു ട്രാവലിംഗ് അലവൻസ് കൊടുക്കണ്ട, പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് കാണാം. നാളെ ആരോ പറഞ്ഞു ഞാൻ പാൻറ് ഇടാൻ മറന്നു എന്ന്. പാൻറ് അല്ല, വേറെ പല കാര്യങ്ങളാണ് ഇടാൻ മറന്നത്. ഞാൻ ഒരു മാസമായിട്ട് പാൻറ് ഇടാതെ ഇപ്പം പാൻറ് ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാവും. ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഇന്ന് ഈ സാധനം, ഈ സൂം മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് തിങ്കിങ് ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ മൗർ JCAയോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. കാരണം 51 പേരെ നിങ്ങൾ യുവർ ഓപ്പണിംഗ് ആൻഡ് തിങ്കിങ് ഡിഫറെൻ്റ്ലി ഈ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. 7:30 മണിക്ക് TV-യുടെ മുന്നിൽ ഇരുന്ന് ചൊറിഞ്ഞ ചാനൽ കണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ പേരല്ലേ നമുക്ക് ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പം എന്താണ് തിങ്കിങ് ഡിഫറെൻ്റ്ലി എന്ന് പറയുന്നത്? നമ്മുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് 2 തരമാണ്. ഒന്ന് നമ്മുടെ മൈൻഡ് സെറ്റ്, പിന്നെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മളെ പഠിപ്പിച്ച രീതി. ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചിന്താരീതി. നമ്മുടെ ചിന്ത എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും തമ്മിൽ അങ്ങനെ ഒരു കോറിലേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നില്ല എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പഠിച്ച രീതിയെ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇത് പഴയ കാലത്തെ ചരിത്രമാണ്. അത് നിങ്ങൾക്കും എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പം മഞ്ചേരിയിൽ നിന്ന് പച്ചക്കറി വണ്ടി പണ്ട് കോഴിക്കോടേക്ക് പോയിരുന്നത് കാളവണ്ടിയിൽ. അപ്പോൾ ഈ കാളവണ്ടിയിൽ ഒരു പാനീസ് കെട്ടി തൂക്കിയിട്ടുണ്ടാവും. 2 കാളകൾ രാത്രിയാകുമ്പോൾ ഇവിടുന്ന് പച്ചക്കറി കയറ്റും. അതിനെ 2 പ്രാവശ്യം കോഴിക്കോട് കൊണ്ടാക്കി തിരിച്ച് പാളയത്ത് കൊണ്ടിറക്കി, ഒരു മാർക്കറ്റിൽ കൊണ്ടിറക്കി കഴിഞ്ഞാൽ കാളവണ്ടിക്ക് അറിയാം സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം കാളവണ്ടിക്കാരൻ രാവിലെ അത് കയറ്റി കഴിഞ്ഞ ശേഷം 2 അടി അടിച്ച് അവിടെ കിടന്നുറങ്ങും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കോഴിക്കോട് പോകും, ആ പാളയത്ത് അവിടെ നിൽക്കും, അവിടുന്ന് പച്ചക്കറി അവിടുന്ന് ഡൗൺലോഡ് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇതേമാതിരി ഇയാൾ കിടന്നുറങ്ങും, ഇവിടെ എത്തിക്കോളും. അങ്ങനെ ഒരു ദിവസം ഈ കാളവണ്ടി പോണ വഴിക്ക് വിലങ്ങനെ ഒരു മരം വീണു. അങ്ങനെ വിലങ്ങനെ മരം വീണ് കഴിഞ്ഞപ്പം ഈ കാളയ്ക്ക് പോകാൻ അറിയില്ല, മുന്നോട്ട് എങ്ങനെയാ പോകാന്നറിയില്ല. അപ്പൊ കാള അവിടെ വന്നു. ഈ ഉറങ്ങുന്ന ആളും ഉറങ്ങിപ്പോയി. ആ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാള എവിടെയും പോകുന്നില്ല, കാള അവിടെ സ്റ്റക്കായി കിടക്കുക. അപ്പൊ കാളയ്ക്ക് ഒരു ബുദ്ധിയില്ല, വേറൊരു വഴിയിലൂടെ പോവാൻ ഒരു ബുദ്ധിയില്ല. അതേമാതിരി നമ്മളും ഒരു വണ്ടിക്കാളകളായി പോവാണ്. ചില സമയത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് വേറെ വഴിയിലൂടെ പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെന്തെങ്കിലും പോംവഴിയുണ്ടോ, പുതിയ വഴികൾ കണ്ടെത്താനുള്ള പോംവഴിയുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിന്റെ ചർച്ചാ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു, തിങ്കിങ് ഡിഫറെൻ്റ്ലി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇന്ന് ശാസ്ത്രത്തിൽ, അതുപോലെ കലയിൽ, നമ്മുടെ സയന്റിഫിക് വിചാരങ്ങളിൽ ഒക്കെ മാറ്റങ്ങളുണ്ട്. ഞാൻ എൻ്റെ സ്ലൈഡിലേക്ക് വരികയാണ്. ഒരു സെക്കൻഡ് എടുക്കുക സ്ലൈഡ് വരാൻ വേണ്ടി. ഞാൻ ചെറിയൊരു കഥ പറയുകയാണെങ്കിൽ, നമ്മൾ മാവിൻ്റെ ചോട്ടിൽ എത്രയോ ഇരിക്കുന്നു. മാവിൻ്റെ ചോട്ടിലിരുന്നാൽ നമ്മുടെ തലയിൽ മാങ്ങ വീഴുകയും ചെയ്യും. മാങ്ങ വീണ് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക, മാങ്ങ എടുത്ത് തിന്നും. പക്ഷെ ഇംഗ്ലണ്ടിൽ ഒരാൾ മാവിൻ്റെ ചോട്, അവിടെ മാവില്ലാത്തതുകൊണ്ട് അയാൾ എവിടെ പോയിരുന്നു, ഒരു ആപ്പിളിൻ്റെ ചോട്ടിലിരുന്നു. ആപ്പിളിൻ്റെ ചോട്ടിലിരുന്നപ്പോൾ അവിടെ മാങ്ങ വീഴില്ലല്ലോ, ആപ്പിളല്ല അയാളെ തലയിൽ വീഴുക. ആ വീഴുന്ന ആപ്പിൾ അയാൾ എടുത്ത് തിന്നുന്നതിന് പകരം അയാൾ ലോകത്തെ ഏറ്റവും വിഡിത്തരമായൊരു ചോദ്യം ചോദിച്ചു, ഇതെന്തിനാണ് എൻ്റെ തലയിൽ വീണത്? ആ ഒരൊറ്റ ചോദ്യം കൊണ്ടാണ് നമ്മൾ 8-ാം ക്ലാസ് മുതൽക്ക് ഭൂഗുരുത്വാകർഷണ കേന്ദ്രത്തിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളുടെ ഒക്കെ ആധാരം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക, നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ച ഇംഗ്ലീഷ് നഴ്സറി സോങ് ഏതാ? ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ച ഒരു നഴ്സറി സോങ് ഏതാ? ഇംഗ്ലീഷ്. മലയാളത്തിലാണെങ്കിൽ കാക്കേ കാക്കേ കൂടെ പഠിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷിലൂടെ പഠിച്ചെന്താണ്? ചാറ്റ് ബോക്സിൽ ഇടാം. Twinkle Twinkle Little Star. വെരി ഗുഡ്. Twinkle Twinkle Little Star. Twinkle Twinkle Little Star പഠിച്ചിട്ടുണ്ട്. പപ്പ പപ്പ ജോണി ജോണി യെസ് പപ്പ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ Twinkle Twinkle Little Star എടുക്കാം.
നിങ്ങൾ പഠിച്ചത് എങ്ങനെയാ പഠിച്ചത്? ഒന്ന് പാടാവോ? Twinkle, twinkle, little star. How I wonder what you are up above the world so high, like a diamond in the sky. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇനി നിങ്ങളുടെ അച്ഛൻ നഴ്സറി ക്ലാസ്സിൽ എങ്ങാനും പോകാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും ഈ പാട്ട് ഇങ്ങനെ ചൊല്ലും. ഇന്നിനിപ്പം നിങ്ങളെ മക്കള് ഈ പാട്ട് പാടാൻ പറഞ്ഞാൽ അവരും ഇങ്ങനെ തന്നെ ചൊല്ലും. ഇനി ഒരു 5 ജനറേഷൻ കഴിഞ്ഞ് നഴ്സറി ക്ലാസ്സിൽ പോയാലും ടിങ്കിൾ ടിങ്കിൾ ഇങ്ങനെ അല്ലാതെ പാടില്ല. പക്ഷെ ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിക്കുകയാണ്. വീഡിയോ അടുത്ത ലാംഗ്വേജ്. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. In the sky. സൂമില് വീഡിയോ അത്ര ക്ലിയർ ആവില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചെറിയൊരു എക്സാമ്പിള്. ഈ ടിങ്കിൾ ടിങ്കിൾ എങ്ങനെയെല്ലാം രീതിയിൽ ചെല്ലാം, പക്ഷേ ആ രീതിയിലൊന്നും ചെല്ലില്ല. നമ്മൾ പഠിച്ചത് പഠിപ്പിക്കുകയാണ്, അതന്നെയാണ് പാസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു ചേഞ്ച് പോലും മാറ്റാൻ വരുത്താത്ത ഒരു ജനറേഷനായിട്ട് നമ്മൾ മാറും. പറഞ്ഞു വന്നതിന്റെ അർത്ഥം നമുക്ക് എന്താ പറ്റുന്നത്? നമ്മൾ പഠിച്ചത് തന്നെ പാടുന്നുള്ള കരാറുണ്ട്. ഇത് ആലോചിക്കാനാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്. ലോകത്തില് ക്രിയേറ്റിവിറ്റി, മനുഷ്യ ജന്മത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഭൂലോകത്തുണ്ടായിരുന്ന ഒരു ചക്രമാണ്. അത് ആ ചക്രത്തിലൂടെ എളുപ്പത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകാന്ന് നമ്മളെ പഠിപ്പിച്ചത്, നമ്മളെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചെയ്തത്, ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വട്ടത്തിലുള്ള സാധനത്തിന് മുകളിൽ സാധനങ്ങൾ കൊണ്ടുപോകാന്ന് നമ്മൾ പക്ഷെ ഡിഫറെൻ്റ് ആയിട്ട് അന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പിന്നെയാണ് ഈ ചക്രത്തിന് മുകളിൽ ചക്രം ആഡ് ചെയ്ത്. ഒരു ചക്രത്തിന് മുകളിൽ 2 ചക്രം ആഡ് ചെയ്തു, അങ്ങനെ സൈക്കിൾ ഉണ്ടായി. 2 ചക്രത്തിന് മുകളിൽ 3 ചക്രം ആഡ് ചെയ്തു, അങ്ങനെ ഓട്ടോറിക്ഷ ഉണ്ടായി. 3 ചക്രത്തിന് മുകളിൽ 4ാമത് ചക്രം ആഡ് ചെയ്തു, അങ്ങനെ കാറുണ്ടായി. 4 ചക്രത്തിന്റെ മുകളിൽ 8ഉം 10ഉം ചക്രം ആഡ് ചെയ്ത് ലോറികളും ബസ്സുകളും ഉണ്ടായി. ചക്രങ്ങളുടെ ഒരു സീരീസ് മുഴുവൻ ഉണ്ടായി. അങ്ങനെയാണ് ട്രെയിൻ ഉണ്ടായത്, ഇപ്പം പ്ലെയിൻ ഉണ്ടായത്. ഈവൻ ഇപ്പൊ മൂവിങ് ഓബ്ജക്റ്റുകൾ എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ ചക്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചക്രമാണ് ലോകത്തെ ആദ്യത്തെ ഇന്നോവേഷൻ. പക്ഷെ മനുഷ്യർക്ക് പറ്റുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചത് പാടുമ്പോൾ, ഒരു പുതിയ സംഗതി നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെസിസ്റ്റൻസ് കാണിക്കുന്നു. ഇന്നലെ തമാശ പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ ചോദിച്ചു, ഭരതസായികളെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ടോ? ആ ഓൺലൈൻ നടക്കുന്നുണ്ട്. നിങ്ങൾ നമ്പർ കിട്ടി, പക്ഷെ ഞാൻ അതിൽ കുറെ വിളിച്ചു, അത് 11 നമ്പർ, നിങ്ങൾക്ക് അതുപോലെ വിവരമില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അതിൽ വിളിക്കാനുള്ള നമ്പറല്ല സർ. അവൻ പറഞ്ഞു, അതെങ്ങനെയാ, 10 നമ്പറല്ലേ വേണ്ടു, 11 നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കിട്ടണ്ടേ, നിങ്ങളെ കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് സൂം എന്ന സാധനം, അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ വേണം, വെറുതെ നിങ്ങൾ നമ്പർ എന്നാണ് വിളിച്ചാൽ പോരെ. നമ്മളെന്താ വെച്ചാല് അതുപോലും ടെക്നോളജി നമ്മളെ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ പഴയ മൊബൈലിൽ നമ്പർ അടിച്ചാൽ കിട്ടും എന്ന് വിചാരിക്കുന്ന ജനങ്ങളുള്ളടുത്ത് എങ്ങനെയാണ് വ്യത്യസ്തമായി ചിന്തിക്കാൻ സാധിക്കുക? ഇതാണ് ചോദ്യം. എന്താണ് നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ സാധിക്കാത്തത്? കാരണം നമ്മുടെയൊക്കെ ഒരു ആക്ഷൻ, നമ്മുടെയൊക്കെ വീക്ഷണ കോണം എന്ന് പറയുന്നത്, നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ അതിന്റെ മുകളിൽ നമ്മുടെ റിലീജിയസ് ബിലീഫ്, നമ്മുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ കോളേജിൽ നമ്മൾ അനുഭവിച്ചത്, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ബിസിനസ്സിൽ ഇതൊക്കെ പഠിച്ചത്, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മുടെ ചിന്തയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കാണുന്ന വിധത്തിലേ നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ കാണുന്ന വിധത്തിൽ ഒരു സംഗതി മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ,
ഇതൊരു എന്തുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതിനുള്ള ഒരു റുട്ടീൻ കൺഫോർമിറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ വിധത്തിൽ നമ്മൾ ചിന്തിക്കുക. ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചാൽ എത്ര എളുപ്പ വഴിയുണ്ട് എന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാം. എന്തുകൊണ്ട് നമ്മളെ വീക്ഷണകോണത്തിൽ മാത്രം നമ്മൾ ചിന്തിക്കുന്നു വെച്ചാൽ ഇതാണ് കാരണം. ഈ കാർട്ടൂൺ നമുക്ക് മനസ്സിലായെന്നറിയില്ല. റൈനോസിറസ് വരച്ച ചിത്രങ്ങളാണ് താഴെ കിടക്കുന്നത്. റൈനോസിറസ് കാണുന്നതാണ് വരയ്ക്കുന്നത്. റൈനോസിറസ് എന്താ കാണുന്നത്? റൈനോസിറസ് കാണുന്നത് അതിൻ്റെ കൊമ്പാണ്. ആ കൊമ്പിന്റെ ഇടയിൽ കൂടിയാണ് ഈ ലോകം കാണുന്നത്. അപ്പൊ വരയ്ക്കുന്നതിൽ മുഴുവൻ അതിന്റെ കൊമ്പ് അതിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. അപ്പൊ യാഥാർത്ഥ്യ ബോധത്തില് നമ്മൾ കാണുന്ന വിധത്തിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കാതെ വരുന്നത്. നമ്മൾ പഠിച്ചത്, നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ ചിന്തിക്കുന്നത് ഇതെല്ലാം എന്തുകൊണ്ടോ കാസ്റ്റഡ് ആണ്. കാസ്റ്റഡ് വെച്ചാൽ പ്രീ കാസ്റ്റ്. ഇനി അതിലേക്ക് വരാം. എന്തുകൊണ്ട് ഡിഫറെൻ്റ്? ഞാൻ നേരത്തെ നിങ്ങളടുത്ത് സൂചിപ്പിച്ചു, ഒരു മനുഷ്യൻ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആളുടെ തലയിൽ ആപ്പിൾ വീണപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ സയൻസ് വന്നു. എഡിസൺ എന്ന ആള് 10,000 എലമെന്റ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അവസാനമാണ് അത് കണ്ടുപിടിച്ചത്. ബൾബ് ടങ്സ്റ്റനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത ഒരു ഇനേർട്ട് മീഡിയയിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകാശം തരുമെന്ന് കണ്ടുപിടിച്ചത്. ഡിഫറെൻ്റ് ആയിട്ട് 10,000 തവണ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട്. ഇനി റഗ്ബി എന്നൊരു കളി അമേരിക്കയിൽ, ന്യൂസിലാൻഡിൽ, ആസ്ട്രേലിയയിലൊക്കെ വളരെ ഫേമസ് ആണ്. ഇത് ഉണ്ടായത് റഗ്ബി സ്കൂൾ എന്ന ഇംഗ്ലണ്ടിലെ സ്കൂൾ വെച്ച്. ഈ സ്കൂളില് ഒരു ഫുട്ബോൾ മാച്ച്, ഇന്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച് സാധാരണമായി. അങ്ങനെ അവിടെ നടന്ന ഒരു ദിവസം ഒരു മാച്ച്, ഫൈനൽ മാച്ച് കാണാൻ വേണ്ടി ആ സ്കൂളിലെ കുട്ടികളെല്ലാം അവിടെ ഇരിക്കുക. അങ്ങനെ ഫൈനൽ മാച്ച് കഴിയാറായി. അപ്പോൾ ഒരു കുട്ടി ആവേശത്തോടു കൂടി അവിടെ സൈഡിലിരുന്ന് കൈയടിപ്പിക്കുകയാണ്, അവന്റെ സ്കൂളിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഏതാനും കഴിയാറായി, ഒരു വിസിൽ വിളിക്കാൻ ഏകദേശം 30 സെക്കൻഡ് 10 സെക്കൻഡ് ബാക്കിയുള്ള സമയത്താണ് അടിച്ച ബോള്, ഗോൾ പോസ്റ്റിൽ അടിച്ച ബോള് പൊട്ടി ആ ബോൾ ആകെ ഷേപ്പ് മാറുകയും അത് ഗോൾ പോസ്റ്റിലേക്ക് പോവാതിരിക്കുകയും ചെയ്തു. ഇത് കണ്ട് കുട്ടിക്ക് ഭയങ്കര നിരാശ. അവൻ ഓടി വന്ന് ഗ്രൗണ്ടിൽ വന്ന് ആ ബോൾ പിടിച്ച് നേരെ ഗോൾ പോസ്റ്റിലേക്ക് ഒറ്റ ഓട്ടം. ഇത് കണ്ട് ആൾക്കാരെല്ലാം കൂടി അവനെ പിടിച്ച് പറിച്ച് അവന്റെ മോൾ ഉരുണ്ട് വീണ് അവിടെ ആ ഗോൾ പോസ്റ്റിലേക്ക് ഇവനും ബോളും ആൾക്കാരെല്ലാം കൂടി ഉരുണ്ട് വീണു. അവിടെ വെച്ച് അവർക്ക് ഏറ്റവും വലിയ തമാശ ഉണ്ടായത് ഫുട്ബോൾ കളിക്കല്ല, ഈ ഫുട്ബോൾ കാറ്റൊഴിഞ്ഞതിന് ശേഷമുള്ള കളിക്കാണെന്ന് അവർ കണ്ടു. അങ്ങനെയാണ് റഗ്ബി എന്ന ആ സ്കൂളിൽ റഗ്ബി ഫുട്ബോൾ എന്ന സാധനം ഉണ്ടായത്. ആ റഗ്ബി പബ്ലിക് സ്കൂളിന്റെ മുകളിൽ ഇപ്പോഴും ആ കുട്ടിയുടെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, ദിസ് ബോയ് ഇൻവെന്റഡ് എ ന്യൂ ഗെയിം, ദ റഗ്ബി ഫുട്ബോൾ. ഇനി തൈര് ഉണ്ടായ കാലം. ഒരു അലമേലു എന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ അവർ ചെറിയ പെട്ടിക്കടയിൽ കുറെ തൈര് വടയും ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ച് വിൽക്കുകയായിരുന്നു. അവർ ആ വട ഉണ്ടാക്കി ഇങ്ങനെ അൽമാരയിൽ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു ബന്ധു വരികയും കടയൊക്കെ അടയ്ക്കണം എന്ന് പറയുകയും. ധൃതിയിൽ അവിടെ കട അടച്ചു, വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ ഉണ്ടാക്കി വെച്ച വടയെല്ലാം താഴെ കിടക്കുന്ന പാത്രത്തിലുള്ള പാലിൽ വീണിരിക്കുന്നു. ആ പാലാണെങ്കിൽ പുളിച്ചുപോയി തൈരായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ തൈരിൽ കിടക്കുന്ന ഈ വട കളയല്ലാതെ നിവൃത്തിയില്ല. പക്ഷെ കളയാൻ അലമേലുവിന് മനസ്സൊന്നുമില്ല. അലമേലു എന്ത് ചെയ്തു? കുറച്ച് എണ്ണയൊക്കെ ഇട്ട് വറവിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് ആ വട, തൈര് വട എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് കൊടുത്തു. ജനങ്ങൾക്ക് വടയേക്കാൾ ഇഷ്ടപ്പെട്ടത് തൈര് വട. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് തൈര് വട ഉണ്ടായത്. ഇന്നുണ്ടായ പല ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങനെ ആലോചിച്ചത്. ഇംഗ്ലണ്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ അടിച്ചു വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരു ദിവസം അടിച്ചു വരുന്നവന് ഭയങ്കര തലവേദനയും പനിയും വന്നപ്പോൾ അവൻ അടിച്ചു വരാൻ സാധിക്കാതെ വന്നപ്പോൾ അവിടെ ഒരു പാത്രം അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, പ്ലീസ് പുട്ട് യുവർ വേസ്റ്റ് ഹിയർ. അതോടുകൂടി അയാൾക്ക് അത്ഭുതം തോന്നി. അടിച്ചു വരേണ്ടി വന്നില്ല. ജനങ്ങളെല്ലാം വേസ്റ്റ് ആ കൊട്ടയിലിടാൻ തുടങ്ങി. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായിട്ട് ഡസ്റ്റ്ബിൻ വന്നത്. അയാൾക്ക് പനി വന്നുകൊണ്ട് മാത്രം. ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്ന് ഐവാൻ ഇല്ലിച്ച് എഴുതിയൊരു പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്നു. അയാൾ പറയുന്നത് വിപ്ലവകരമായ ഒരു സംഭവമാണ്. നമുക്ക് ഇഷ്ടപ്പെടുമോ, നമ്മളെ യോജിക്കുമെന്നൊന്നും എനിക്കറിയില്ല.
നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ തിങ്കിങ് എബിലിറ്റി നശിപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റീവ് ആവണമെങ്കിൽ, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ആലോചിക്കണമെങ്കിൽ സ്കൂളിൽ പോകരുത് എന്നാണ്. ഉദാഹരണത്തിന് അയാൾ പറയുന്നത് രവീന്ദ്രനാഥ ടാഗോർ സ്കൂളിൽ പോയിട്ടില്ല. പല സാഹിത്യകാരന്മാരും സ്കൂളിൽ പോകാത്തവരാണ്. സ്കൂളിൽ പോകാത്തത് കൊണ്ട് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാനും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനും അവർ സാധിച്ചതെന്നാണ് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ച കുട്ടികളെ ഇനി പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ പഠിപ്പിച്ചത് മറക്കാനുള്ള ഡീ സ്കൂളിംഗ് സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടതെന്നാണ് ഐവാൻ ഇലീച്ചി പറഞ്ഞു വന്നത്. അത് ആ പുസ്തകം പലയിടത്തും നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആ പുസ്തകം അവൈലബിൾ അല്ല. പണ്ട് ഒരു കാലത്ത് എനിക്ക് വായിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനത്. ഇനി ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ തിങ്കിങ് ഡിഫറെൻ്റ്ലി എന്ന് പറഞ്ഞാൽ പുവർ ഫാർമർ സിക്കിളിൻ്റെ ഒരുപാട് കഥയുണ്ട്, ക്രുക്കഡ് മണി ലെൻഡറിൻ്റെ കഥയുണ്ട്, അതുപോലെ പോളറോയിഡ് ക്യാമറയുടെ കഥയുണ്ട്. എല്ലാ കഥയ്ക്കും ഞാൻ പോകുന്നില്ല, ഒന്ന് രണ്ട് ചെറിയ കഥകൾ പറഞ്ഞ അവസാനം. ഈ പോളറോയിഡ് ക്യാമറ എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഫോട്ടോ എടുക്കുന്ന സാധനം. ഈ പോളറോയിഡ് കണ്ടുപിടിച്ചത് അയാള് പണ്ട് നമുക്ക് ഫിലിം വാഷ് ചെയ്യുക, അതിനുശേഷം ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം പ്രിന്റ് എടുക്കുക എന്ന 3 പ്രോസസ്സിലൂടെ. ഈ പോളറോയിഡ് എന്ന മനുഷ്യൻ അയാളെ മകളെ ഒരു മതിലിന്റെ മുകളിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, മോളൊന്ന് ചിരിക്കും, ഞാൻ ഫോട്ടോ എടുക്കട്ടെ, ഞാൻ മോളെ ഫോട്ടോ കാണിച്ചു തരാം. ഇയാൾ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തോളുമ്പോൾ തന്നെ മകൾ വന്ന് ചോദിച്ചു, എവിടെ എൻ്റെ ഫോട്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, ഇത് ഡെവലപ്പ് ചെയ്യണം, ഭാഷ ചെയ്യണം. അച്ഛൻ എന്നോട് കളവ് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് എൻ്റെ ഫോട്ടോ ഇപ്പൊ എടുത്ത് തരാമെന്ന്, എനിക്ക് ഫോട്ടോ വേണമെന്ന്. അന്ന് അവള് ഡിഫറെൻ്റ് ആയിട്ട് ആലോചിച്ചുകൊണ്ടാണ് പോളറോയിഡ് അയാളെ ലാബിൽ പോവുകയും അവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് പോളറോയിഡ് ക്യാമറ തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷമാണ് സോണി വാക്ക്മൻ ഉണ്ടായി, ടോക്ക്മൻ ഉണ്ടായി, അങ്ങനെ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു രസമുള്ള കഥ എന്ന് പറയുന്നത് നമ്മുടെ കൽക്കത്തയിൽ നടന്ന കഥ. കൽക്കത്തയിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ പാവപ്പെട്ട കർഷകനാണ്. പാവപ്പെട്ട കർഷകൻ ഹൗറ ബ്രിഡ്ജ്, പണ്ടത്തെ ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വഴുക്കി വീഴുന്ന ആടിക്കളിക്കുന്ന ബ്രിഡ്ജുമാരൊരു ബ്രിഡ്ജാണ്. ആ ഹൗറ ബ്രിഡ്ജിലൂടെ അപ്പുറത്ത് പോകും, അവിടെ നിന്ന് പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് ഇപ്പുറത്ത് വരും. അങ്ങനെ ഒരു ദിവസം അയാൾ പുല്ല് വെട്ടിക്കൊണ്ട് വരുന്ന വഴിക്ക് ഈ ഹൗറ ബ്രിഡ്ജ് ആടുകയും കാറ്റും കോളും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ വഴുക്കി വീഴുകയും അയാളെ തലയിൽ നിന്ന് പുല്ല് തെറിച്ചു പോവുകയും അയാളുടെ ഒരേ ഒരു പണിയായുധമായ അയാളുടെ അരിവാൾ ഈ ഗംഗാ നദിയിലേക്ക് വീഴുകയും ചെയ്തു. അയാൾ എത്ര നോക്കിയിട്ടും ഈ പിറ്റേന്ന് രാവിലെ ജോലി ചെയ്യണമെങ്കിൽ അയാൾക്ക് ഈ സിക്കിൾ വേണം, അല്ല സിക്കിൾ അതായത് അരിവാൾ വേണം. അതിന് കിട്ടാൻ യാതൊരു നിവൃത്തിയില്ലാതെ പുഴയെ പൊലിച്ചു പോയി. അപ്പം ദൈവത്തിനോട് ഏറ്റവും അധികം ഭക്തിയുള്ള അയാൾ ആ ഗംഗാനദിയിൽ ഇരുന്നു കൊണ്ട് ഗംഗാദേവിയെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഗംഗാദേവി, നീ ജീവനുണ്ട്, നീ എന്നെ സഹായിക്കണം, എനിക്ക് എൻ്റെ അരിവാൾ തിരിച്ചു തരണം. ഈ മനുഷ്യന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഗംഗാദേവി കേൾക്കുകയും ഗംഗാദേവി എഴുന്നേറ്റ് വന്ന് എന്താണ് ചോദിച്ചേ ഗംഗാദേവി ഒരു സ്വർണത്തിന്റെ അരിവാൾ കാണിച്ച് ചോദിച്ചു, ഇത് നിങ്ങളുടേതാണോ? അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു? എന്ത് പറയണം? സത്യസന്ധനായ മനുഷ്യൻ എന്റേതല്ല എന്ന്. ഗംഗാദേവി വീണ്ടും ഇതിൽ കൂളിയിട്ട് പോയി. ഈ പ്രാവശ്യം ഗംഗാദേവി കൊണ്ടുവന്നത് വെള്ളിയുടെ അരിവാള. ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചു. അപ്പോഴും അയാൾ പറഞ്ഞു അല്ല. അപ്പൊ ഗംഗാദേവി കൂളിയിട്ട് പോയി മൂന്നാമത് അയാളുടെ സ്വന്തം അരിവാൾ കൊണ്ടുവന്നു. ഇതാണോ നിങ്ങളുടേത്? അപ്പൊ അയാൾ പറഞ്ഞു അതെ ഗംഗാദേവി, ഇതാണ് എൻ്റെത്. അപ്പൊ ഗംഗാദേവി ഈ മനുഷ്യന്റെ സത്യസന്ധത കണ്ട് സന്തോഷം വന്നിട്ട് ഇത് മൂന്നും നീ എടുത്തു എന്ന് കൊടുത്തു. അങ്ങനെ അയാൾ ധനികനായി. അയാൾ പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ഇതേ ഹൗറ ബ്രിഡ്ജിലൂടെ അയാളുടെ ഭാര്യയും കുട്ടി നടക്കുകയാണ്. ഈ മനുഷ്യൻ എപ്പം അത് കൂടെ നടന്നാലും ശരി, അപ്പം മഴ പെയ്യും. മഴ പെയ്തു, ഹൗറ ബ്രിഡ്ജ് ആടി, ഇയാളും ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ നോക്കി, ആടി അവസാനം വഴുക്കി അയാളുടെ ഭാര്യ ഗംഗാ നദിയിലേക്ക് വീണു. സത്യസന്ധനായ മനുഷ്യനറിയാം ഗംഗാദേവി അയാളെ സഹായിക്കും. അയാൾ പുറത്തു വന്ന് ഗംഗാനദിയിലെ കാലിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഗംഗാദേവി, എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു തരണം, അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഗംഗാദേവി എന്താ ചെയ്യാ? ഗംഗാദേവി ആരെ കൊണ്ടുവരിക? ഐശ്വര്യ റായ്. ശരി.
ഐശ്വര്യ റായിനെ കൊണ്ടുവന്ന് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ ഭാര്യ എന്ന് ചോദിച്ചു. ഇയാൾ അതല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അയാൾ അതല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും 3 ഭാര്യമാരെ കൊണ്ട് അയാൾ പോണം. അയാളുടെ ജീവിതം നായ നക്കി പോവും. അയാൾ ആകെ പറഞ്ഞത് ആകെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചു. എന്താ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചത്? ഇത് തന്നെ എന്റെ ഭാര്യ. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ ജീവിതം തെണ്ടിപ്പോയന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അനുഭവം നിങ്ങൾക്ക് വന്നാലും ഇവിടെ ഭാര്യമാരെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതേ പ്രയോഗം ചെയ്യരുത് എന്ന് പറയാനാ. ഇനി ഈ താഴത്തുള്ള ചിത്രം നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. കുറെ ശാസ്ത്രജ്ഞന്മാർ, ബിഹേവിയറൽ സയന്റിസ്റ്റ്, അവര് നടത്തിയൊരു പരീക്ഷണം. അതായത് ഒരു ഉയരത്തിൽ കുറച്ച് പഴം വെച്ചു. ആ പഴത്തിന്റെ മുകളില് ഒരു ഐസ് ബോക്സ് വെച്ചു. ഐസ് ബോക്സ് എന്ന് വെച്ചാൽ ഐസുള്ള വെള്ളവും ബോക്സും ഉള്ള വെച്ചു. ആ 4 കുരങ്ങന്മാർ ആ റൂമിലിട്ട് പൂട്ടി. കുരങ്ങന്മാർ ആരെങ്കിലും ആ കോണിയുടെ മുകളിൽ തൊട്ടാൽ ഐസ് ബോക്സിൽ ഐസ് താഴെ വീഴും. അപ്പൊ ഓരോ കുരങ്ങന്മാരായിട്ട് പരീക്ഷ നോക്കി, പഴം തിന്നാൻ വേണ്ടി പരീക്ഷ നോക്കി. ഈ കുരങ്ങന്മാരെല്ലാം നനഞ്ഞ് അതിനുശേഷം കുരങ്ങന്മാർ വിദ്യാഭ്യാസം അവർ പഠിച്ചു. എന്താ വിദ്യാഭ്യാസം? ഇതിന്റെ മുകളിൽ പഴം ഉണ്ടാവും, അത് നോക്കണ്ട, അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞു പോകും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഐസിന്റെ പാത്രം എടുത്ത് മാറ്റി വെറും കാലിപ്പാത്രമാണ് വെച്ചത്. അപ്പോഴും കുരങ്ങന്മാരാരും ഈ പഴം കണ്ട് മോഹിച്ചില്ല, അതിന് മുകളിൽ കയറിയില്ല. കാരണം കുരങ്ങന്മാർക്ക് നേരത്തെ ഉണ്ടായ വിദ്യാഭ്യാസം അതിന്റെ മുകളിൽ തൊട്ടാൽ വെള്ളം വീഴുമെന്ന്. അപ്പൊ ഈ ബിഹേവിയർ സയന്റിസ്റ്റ് എന്ത് ചോദിച്ചാൽ 4 കുരങ്ങനിൽ ഒരു കുരങ്ങനെ മാറ്റി ഒരു പുതിയ കുരങ്ങനെ ഉള്ളു. അപ്പൊ പുതിയ കുരങ്ങിന് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അയാൾ നേടി വന്ന് ആപ്പിൾ കണ്ടു, ഈ പഴം കണ്ടു, അതിന് മുകളിൽ ഒറ്റ ചാട്ടം. ചാടാൻ നേരത്തെ ബാക്കിയുള്ള 3 കുരങ്ങന്മാരോട് പിടിച്ച് താത്തിട്ടു. കാരണം 3 കുരങ്ങന്മാർ വിദ്യാഭ്യാസമുള്ള കുരങ്ങന്മാരാണ്. അവർക്കറിയാം ഇതിന്റെ മുകളിൽ കയറിയാൽ ഐസ് വെള്ളം താഴെ വീഴുന്നു. അതുകൊണ്ട് ഈ കുരങ്ങിനെ കയറാൻ സമ്മതിച്ചില്ല. ഈ കുരങ്ങൻ എത്ര ശ്രമിച്ചിട്ടും അയാളെ കയറാൻ സമ്മതിക്കാത്തതുകൊണ്ട് കുരങ്ങൻ മതിയാക്കി. കുരങ്ങനും പാഠം പഠിച്ചു, ഇതിന്റെ മുകളിൽ എന്തോ തരാറുണ്ട്. അവർ പറയുന്ന തമാശ എന്താ വെച്ചാല്, ഇൻ ടേൺ ഈ 4 കുരങ്ങന്മാരെ അവർ മാറ്റിയിട്ടും ഒരു കുരങ്ങനും അതിന്റെ മുകളിൽ കയറാൻ പോയില്ല. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ് നമ്മളെ പഠനങ്ങൾ നടക്കുന്നത്. നമുക്കുള്ള അന്ധവിശ്വാസങ്ങൾ, നമ്മളെ പേടിപ്പെടുത്തുന്ന വിചാരങ്ങൾ, നമ്മുടെ ഈവൻ ദൈവം, ഭയഭക്തി, ഈ സാധനങ്ങളൊക്കെ ഇതുപോലെയുള്ള എഡ്യൂക്കേഷനാണ്. റിലീജിയസ് ബിലീഫ്സ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, ഇതെല്ലാം ഇതാണ്. ഇതൊന്നും മാറ്റാൻ നമ്മൾ ആരും അനുവദിക്കില്ല. നമ്മൾ ആരാകുമ്പോൾ തൊട്ട് കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചതും കേട്ടതൊക്കെയാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നു. ഇനി ക്രിയേറ്റിവിറ്റിയിലെ അല്ലെങ്കിൽ ഡിഫറെന്റ് തിങ്കിങ് ഡിഫറെന്റിലെ കുറച്ച് റിസൾട്ടുകളാണ്. നമ്മൾ എത്ര പാർട്ടിയിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇത് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര സുഖമായിരുന്നു. ചെറിയൊരു ദ്വാരം ആ സൈഡിൽ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇതൊരു തിങ്കിങ് ഡിഫറെന്റ് ആയിട്ട് ആലോചിച്ചതിന്റെ റിസൾട്ടാണ് ഈ ചിത്രം. അതുകൊണ്ട് എന്തെല്ലാം സാധിക്കും. ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യത്യാസത്തോടെ ഞാൻ പറയാം. നമ്മൾ ടെലിവിഷൻ കാണുന്നു, സോഫയിൽ ഇരുന്ന് കാണുന്നു. നമുക്കൊരു മൈതാനത്തിൽ ഇരുന്ന് കണ്ടുകൂടെ? ഇതുപോലുള്ളൊരു മൈതാനത്തിൽ ഇരുന്നു കൊണ്ട് കാണുമ്പോഴുള്ള സുഖം എന്താണ്? എങ്ങനെ വേണമെങ്കിലും ഇരുന്നോ ചാഞ്ഞോ കിടന്നോ. എന്തിനാ ഈ പണ്ട് കാലത്തെ സോഫയും കസാലയൊക്കെ വെച്ചുകൊണ്ട് ഡൈനിങ് റൂമിൽ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടുള്ള സൗകര്യം ഞാൻ പറഞ്ഞ വേറെ ഒന്നുകൂടി കാണിച്ചില്ല. ഇപ്പൊ ഒരു വല്യപ്പന് 2-3 കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് ഇരുന്ന് ഇങ്ങനെ കസാല ഇരുന്ന് ആടിക്കൂടെ? ഇതിനുള്ള ഒരു സൗകര്യമുള്ള കസാല നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ കസാല വാങ്ങാൻ ആളുണ്ടാവില്ലേ? ഇന്നത്തെ ബിസിനസ്സിൽ മുഴുവൻ നിങ്ങൾ ആലോചിച്ച് നോക്കും. കസ്റ്റമർ യൂട്ടിലിറ്റി ആണ് എന്നെല്ലാവരും നോക്കുന്നത്. ഡിഫറെന്റ് ആയിട്ട് സാധനം കണ്ടാൽ വാങ്ങാൻ ആളുണ്ടാവും. ഇന്ന് ഒരുപാട് സ്പ്രിങ് ഉള്ള കിടക്കിറങ്ങി. എന്തിനാ സ്പ്രിങ് ഉള്ള കിടക്കാൻ? 4 സ്പ്രിങ് ആക്കിയാ പോരെ? 4 സ്പ്രിങ് കൊണ്ട് കാര്യം നടക്കില്ലേ? എന്തിനാ 100ഓളം സ്പ്രിങ് കിടക്കയിലിടുന്നത്? എന്ത് സുഖമായിരിക്കും കിടക്കി കിടക്കാൻ? ഡിഫറെന്റ് ആയിട്ട് ആലോചിക്കും. ഒന്നുകൂടി കാണിക്കാം. ഡിഫറെന്റ് ആയിട്ട് ആലോചിച്ചു. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തകരാറാണ്. ചായയും ബിസ്ക്കറ്റും, ഏത് മീറ്റിങ്ങിൽ പോയാലും ചായയും ബിസ്ക്കറ്റ് തരും. ബിസ്ക്കറ്റ് പിടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതിനകത്ത് ചെറിയൊരു സ്പേസ് വെച്ചാൽ നമുക്ക് ബിസ്ക്കറ്റ് നിന്ന് വെക്കാം, ഇതെല്ലാം ചെയ്യും. ഇനി ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ചൊരു സാധനമാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. സെൽഫി സ്റ്റിക്ക് കൊണ്ട് എന്തെല്ലാം സുഖമുണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ട് അന്ന് ഇത് ആലോചിച്ച സമയത്ത് ഇതിങ്ങനെ വേണ്ടി വരുന്ന ഒരു കരുതിയില്ല. ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങി കിടക്കുന്ന സെൽഫി സ്റ്റിക്ക് മുഴുവനും ഡിഫറെന്റ് ആയിട്ട് ആലോചിച്ചതിന്റെ റിസൾട്ട്. അപ്പൊ തിങ്കിങ് ഡിഫറെന്റ്ലി. ഇനി ഞാൻ എൻ്റെ ചോദ്യം മുഴുവനും
എന്തുകൊണ്ടാണ് നമ്മളെ ഇതിന് ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കാത്തത്? അതല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല? എന്താ തകരാറ്? അതിന് 1-2 പരീക്ഷണങ്ങൾ സഹിതം തരാം. ഇതിൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് പറയാമോ ആർക്കെങ്കിലും? എത്ര സ്ക്വയർ ഉണ്ട്? 21. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 16 സ്ക്വയർ ഇങ്ങനെ കിട്ടിയോ? ഈ വലിയ സ്ക്വയർ ഒന്ന് 17 കിട്ടിയോ? 25. അതാ കേറുന്നുണ്ട്. 17 4 എങ്ങനെ? 17 4 21. 17 4 21 ഒന്നും 22 ആയോ? ഇങ്ങനെ 4 കിട്ടിയോ? 22 4 26 ആയോ? 26 ആയ ഇങ്ങനെ കിട്ടിയോ 4? 26 4 30 ആയോ? ഇങ്ങനെ 4 കിട്ടിയോ? 30 ആയോ? ഇനി ഒന്നുകൂടി പറയട്ടെ. 30 ഇങ്ങനെ ഒന്ന് കിട്ടിയോ? 31. ഇങ്ങനെ ഒന്ന് കിട്ടിയോ? 32. ഇങ്ങനെ ഒന്ന് കിട്ടിയോ? 33. ഇങ്ങനെ ഒന്ന് കിട്ടിയോ? 34. ഇനിയും ആലോചിച്ചാൽ ചിലപ്പോൾ സ്ക്വയർ കിട്ടും. മിനിമം 34 എണ്ണം ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റാതെ പോയി? ഇതിനെയാണ് നമ്മൾ റിസോഴ്സ് മയോപ്പിയ എന്ന അസുഖം. എന്താ റിസോഴ്സ് മയോപ്പിയ? റിസോഴ്സ് മയോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഉണ്ട്, പക്ഷെ നമുക്കറിയില്ല ആ റിസോഴ്സ് ഉണ്ട്. അതായത് പണ്ട് കാലത്ത് വയസ്സായ സ്ത്രീകൾ, ഈ വെറ്റില മുറുക്കുന്ന സ്ത്രീകൾ ഏത് കാലത്തും പഴയ വെറ്റിലെടുത്തേ കഴിക്കും. പുതിയ വെറ്റില ഉണ്ടെങ്കിൽ ശരി, പഴയ വെറ്റിലെടുത്തേ കഴിക്കും. പറഞ്ഞു വന്നതിന്റെ അർത്ഥം റിസോഴ്സ് ഉണ്ട്, അതിന്റെ മയോപ്പിയ കാരണം നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. ഇനി റിസോഴ്സ് മയോപ്പിയ ഇല്ലാത്ത ഒരാളെ പേര് പറയാമോ? ഞാൻ കണ്ടത് നമ്മളെ സ്വാതന്ത്ര്യം വാങ്ങി തന്ന മഹാത്മാഗാന്ധി. ലോകത്തുള്ള രാജ്യങ്ങൾ മുഴുവനും സ്വാതന്ത്ര്യം വാങ്ങിയത് യുദ്ധത്തിലൂടെ. പക്ഷെ ഈ സമയത്ത് മഹാത്മാഗാന്ധി കണ്ടത് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്. നമ്മളെ മനുഷ്യർ നിസ്സഹരണ പ്രസ്ഥാനത്തിലൂടെ മുന്നേറിയാൽ ഏത് പട്ടാളത്തെയും തോൽപ്പിക്കാമെന്ന റിസോഴ്സ് കണ്ടുപിടിച്ചത് മഹാത്മാഗാന്ധി. ഇതുപോലെ നമ്മുടെ അടുത്തുള്ള റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ വെബ് സെമിനാർ നടത്തിയാൽ നമ്മുടെ റിസോഴ്സ് അനൂപിന് ഇത് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഈ വെബ് റിസോഴ്സ്, നമ്മുടെ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ റിസോഴ്സസ് നമ്മൾ കാണുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു തകരാറ്. അടുത്ത ഒരു ചോദ്യം. 4 ചട്ടി, 4 ഗ്ലാസ് ഉണ്ട്. ഈ 4 ചട്ടിയില് എങ്ങനെയാണ് ഈക്വൽ ഡിസ്റ്റൻസ്, തുല്യമായ അകലത്തിൽ വെക്കുക? 4 ചട്ടികളെ എങ്ങനെ തുല്യ അകലത്തിൽ വെക്കണം? 4 പൂച്ചട്ടികൾ എവിടെ നിന്ന് നോക്കിയാലും ഒരേ അകലം. പറഞ്ഞോളൂ. ഒരു ചട്ടിയെ സ്കെയിലായിട്ട് യൂസ് ചെയ്യാം. സ്കെയിലായിട്ട് ഒരു ചട്ടിയുടെ ഗ്യാപ്പ്, ഒരു ചട്ടിയുടെ ഗ്യാപ്പായിട്ട് 4 ചട്ടിയെ അടുപ്പിച്ച് വെക്കുക അല്ലേ? 4 ചട്ടിയെ അടുപ്പിച്ച് വെച്ചാൽ അപ്പോൾ എന്താന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇത് 4 ചട്ടിയാണെന്ന് കരുതാം. ഈ 4 ചട്ടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ മൂലക്കിലുള്ള ചട്ടി തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായി. ഈ മൂലക്കുള്ള ഈ 2 ചട്ടികളും ഇവിടെയുള്ള ചട്ടികളും ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇത് ഈ ചട്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഈ ചട്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണും. എനിക്ക് വേണ്ടത് 4 ചട്ടി ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു ചട്ടി ഒരു സ്കെയിലായിട്ട് യൂസ് ചെയ്യാം. അല്ല, ഈ ചട്ടി എവിടെ വെക്കണം എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ആ ചട്ടിയുടെ മെഷർമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്റർ ഒരു മെഷറായിട്ട് എടുക്കുക. സോ ദാറ്റ് അല്ല, അപ്പൊ അതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇത് അങ്ങനെയൊക്കെ മെഷർ ചെയ്താലും ഈ തൊട്ടടുത്തിരിക്കുന്ന ചട്ടി അടുത്താവുകയും മൂലക്കിലുള്ള ചട്ടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും വിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയഗണൽ ആയിട്ട് വരച്ച ചട്ടിയുടെ നീളം കൂടും. എനിക്ക് വേണ്ട 4 ചട്ടി ഈക്വൽ ഡിസ്റ്റൻസ് ആവും. ഇതിന്റെ കാരണം, നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 3 ചട്ടി അടുപ്പിച്ച് വെക്കാം.
3 ചട്ടി അടുപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ ഒരേ ഡിസ്റ്റൻസിൽ വെക്കാം. അത് തമ്മിൽ 3ന്റെ അകലം കൃത്യമായിരിക്കും, യാതൊരു സംശയമില്ല. 4ാമത്തെ ചട്ടി മുകളിൽ കെട്ടി തൂക്കാം. ഇങ്ങനെ സാധ്യല്ലേ? അങ്ങനെ ആവുമ്പോൾ 4 ചട്ടികൾക്കും ഒരേ ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു 3 ഡയമെൻഷനൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ ചട്ടി എവിടെയാണെന്ന് പറയാൻ പറ്റാത്തത്. 3 ചട്ടി ഒടിപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ ഒരേ ഡിസ്റ്റൻസിൽ വെക്കാം. 4ാമത്തെ ചട്ടി മുകളിൽ കെട്ടി തൂക്കി വെച്ച് ഒരേ ഡിസ്റ്റൻസിൽ കറക്റ്റ് ആയിട്ട് വെക്കാവുന്നു. അപ്പൊ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്ന എന്താണ്? നമ്മളെ തിങ്കിങ്ങിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന എന്താണ്? നമ്മളെ ക്രിയേറ്റിവിറ്റിനെ റെസ്ട്രിക്ട് ചെയ്യാൻ, നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്തത് എന്താണ്? ഈ ചോദ്യമാണ് നമ്മളെ അലട്ടുന്ന ചോദ്യം. ഇതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, റിസോഴ്സ് മൈൻഡ്. രണ്ടാമത്തെ ഒരു കാരണമാണ് അലർജി ടു ആംബിഗ്വിറ്റി. അലർജി ടു ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഉദാഹരണത്തിന്, എല്ലാവർക്കും ഉണ്ടാവും എന്നറിയില്ല, നിങ്ങളൊരു പിക്കാസോയുടെ പെയിന്റിങ് കണ്ടു, എന്താ നിങ്ങളുടെ റിയാക്ഷൻ? പിക്കാസോയുടെ പെയിന്റിങ് കണ്ടാൽ ഭ്രാന്ത് പിടിക്കുമോ? ഒന്നത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഒരു റേഡിയോ ഓണാക്കിയ സമയത്ത് ആരോ അതിന് കൂടെ വരയ്ക്കേണ്ടതാണ്, വരയ്ക്കണവനെ പിടിച്ച് ഒരു റേഡിയോ ഓണാക്കുന്ന സമയത്ത് കഥകളി സംഗീതം കേൾക്കും, ഉടനെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യോ, അല്ലെങ്കിൽ മാറ്റുമോ, ചാനൽ മാറ്റുമോ? അതല്ല, നിങ്ങൾ ചാനൽ ചെയ്യുന്ന സമയത്ത് ക്ലാസിക്കൽ പാട്ടുകൾ, ഈ ക്ലാസിക്കൽ പാട്ട് കേട്ടാൽ നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുമോ, അതല്ല പുതിയ ചാനലിലേക്ക് പാട്ടും ഡാൻസും ബൂത്തുകളെടുത്ത് മാറ്റും? എന്തുകൊണ്ട് കഥകളി പദം, അതല്ലെങ്കിൽ ഒരു ക്ലാസിക് മ്യൂസിക്, അതല്ലെങ്കിൽ ഒരു ക്ലാസിക് പെയിന്റിംഗ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല? ഈ അസുഖത്തിന്റെ പേരാണ് അലർജി ടു ആംബിഗ്വിറ്റി. എന്തുകൊണ്ട്? ഞാൻ വീണ്ടും ഒരു ഉദാഹരണം പറയാം. അല്ല, അത് ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമുള്ളവർ കേൾക്കില്ലേ? ഇഷ്ടമുള്ളവർ കേൾക്കും, ഇഷ്ടമില്ലാത്തവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കാണ് അലർജി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പിക്കാസോയുടെ പെയിന്റിംഗ് കണ്ടാൽ മനസ്സിലാവോ? ഇഷ്ടപ്പെടുവോ? അവിടെ പിക്കാസോയുടെ പെയിന്റിംഗ് കണ്ട മണിക്കൂറുകളോളം നോക്കി ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത് കാരണം. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ക്ലാസിക് സംഗീതം ഇഷ്ടമാണ്. നിങ്ങൾ ഇതേമാതിരി ഒരു വെസ്റ്റേൺ കൺട്രി പോയാൽ അവരവിടുത്തെ റഷ്യയിലത്തെ ഒരു പാട്ട് പാടി എന്നൊരു പാട്ട് എത്ര മിനിറ്റ് നിങ്ങൾ ആസ്വദിക്കും? അതല്ലെങ്കിൽ ഓപ്പറ ഹൗസിൽ നിങ്ങൾ പോയി, ഓപ്പറ ഹൗസിലത്തെ ഒരു പാട്ട് കേട്ടാൽ നിങ്ങൾ എത്ര മിനിറ്റ് ആസ്വദിക്കും? ഇറ്റ് ഈസ് ഓൾ ഡ്യൂ ടു അലർജി ടു ആംബിഗ്വിറ്റി. നമുക്ക് മനസ്സിലാവാത്ത സാധനങ്ങൾ വന്നാൽ നമുക്ക് അലർജി ആവും. ഇനി ഞാൻ വേറൊരു ഉദാഹരണത്തിലേക്ക് വരാം. ഇത് എത്രത്തോളം ആൾക്കാർ വ്യത്യാസം ഉണ്ടാവും, ആൾക്കാരെ അവരുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്ന ചരിത്രങ്ങൾ എടുത്താൽ, ഒരു തോണിയിൽ വാടാമ്മക്ക് പോവാന്ന് പറഞ്ഞ കുറെ ആൾക്കാരെ കയറ്റി രക്ഷപ്പെടല. അവർക്ക് ഇത് എവിടെയാ പോണെന്നോ എവിടെയാ എത്തുന്നോ ഒരു പിടിയില്ല. ഒരു അലർജിക്ക്, ആംബിഗ്വിറ്റിക്ക് ഒരു അലർജി ഉണ്ടായിരുന്നു. ആ ആംബിഗ്വിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ കടലിൽ പോയി. അതുകൊണ്ട് മാത്രമാണ് കോഴിക്കോട് കടപ്പുറത്ത് അവർ വന്നത്. അമേരിഗോ വെസ്പുസി എന്ന ആള് ഒരു പറ്റം നാവികരെ കൂട്ടി തീരെ അലർജി ടു ആംബിഗ്വിറ്റി ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞ് പോയതുകൊണ്ടാണ് അമേരിക്കൻ നിന്നത്. ഇന്നത്തെ സയന്റിസ്റ്റുകൾ എന്ത് കണ്ടുപിടിക്കുന്നതിനും പ്രധാനമായിട്ട് ആംബിഗ്വിറ്റിയാണ് അവർ മുന്നിലുള്ളത്. അതായത് ആംബിഗ്വിറ്റി എന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത, ആ ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് തല ചൂടാവാൻ പാടില്ല, നമുക്ക് ദേഷ്യം വരാൻ പാടില്ല. അതാണ് നമ്മളെ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ നമ്മൾ സമ്മതിക്കാത്ത കാരണം. ഇത് നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ അത്ര അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 4 വരയുണ്ട്. ഈ 9 പോയിന്റുകളും തൊടാൻ പറ്റുമോ? പെണ്ണെടുക്കാൻ പാടില്ല. പെണ്ണെടുക്കാതെ 4 വര വരയ്ക്കുക. ഈ 4 വര വരച്ചിട്ട് നിങ്ങൾ 4 വര അവിടെ വരച്ച് വെച്ചോളൂ. വീട്ടിൽ പോയി പിന്നെ സൗകര്യം പോലെ ചെയ്ത് നോക്കിയാൽ 4 വരയെ വരയ്ക്കാവൂ. പെണ്ണെടുക്കാൻ പാടില്ല. വരച്ചതിന്റെ മുകളിൽ കൂടെ വീണ്ടും വരയ്ക്കാൻ പാടില്ല, പക്ഷെ ക്രോസ് ചെയ്യാം. അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമായിരിക്കും. സാധാരണഗതിയിൽ ഒരു 2 ഡയമെൻഷണൽ തിങ്കിങ് ഇല്ലെങ്കിൽ പ്രയാസമായിരിക്കും. ഞാൻ അതിൻ്റെ ഉത്തരം ഇവിടെ കാണിക്കാം. ചിലർ വരച്ചു നോക്കൂ. ഒരു ഉത്തരം എങ്ങനെയാണ്? മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് പോയി, ഇവിടെ നിൽക്കാതെ താഴോട്ട് വീണ്ടും പോകണം. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, ഇവിടെ നിൽക്കാതെ വീണ്ടും അങ്ങോട്ട് പോകണം. അപ്പൊ 2 വര. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് 3ാമത്തെ വര, അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് 4ാമത്തെ വര. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് 4 വര കൊണ്ട് ഈ 9 വരലും ഇത് തൊടാൻ പറ്റും. ഇതുപോലെ പസിൽസ്, ഈ പസിൽസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പസിൽസ് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്നത്തെ മാതൃക എടുക്കാവോ പുഷ്പ?
പസിൽസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അലർജി ടു ആംബിഗ്വിറ്റി മാറും. എത്രത്തോളം പസിൽസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അലർജിക്ക് ടു ആംബിഗ്വിറ്റി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ വീണ്ടും ചോദിക്കട്ടെ, നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇതെങ്ങനെ ഈക്വലായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം? ഇങ്ങനെ ഒരു സ്ഥലം ഈക്വലായിട്ട് 4ആയിട്ട് എങ്ങനെ, ഏതെല്ലാം വിധത്തിൽ ഡിവൈഡ് ചെയ്യാം? ഏതെല്ലാം വിധത്തിൽ ഡിവൈഡ് ചെയ്യാം? ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഒരു വിധത്തിൽ, 2 വിധത്തിൽ, 3 വിധത്തിൽ, 4 വിധത്തിൽ, 5 വിധത്തിൽ, എന്തെല്ലാം വിധത്തിൽ ഡിവൈഡ് ചെയ്യാം? ഈക്വൽ ആവണം. ഈ സ്ഥലം 4 പേർക്കുള്ളതാണ്, 4 പേർക്ക് ഈക്വൽ ആയി കിട്ടും. പറഞ്ഞോളൂ. ചാറ്റ് ബോക്സിൽ വല്ലതും ഉണ്ടോ? ചാറ്റ് ബോക്സിൽ അടിച്ചാലും മതി. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എത്ര വിധത്തിൽ ചെയ്യാമെന്നാണ് ചോദ്യം. എത്ര വിധത്തിൽ ചെയ്യാം? എത്ര വിധത്തിൽ ചെയ്യാം? 2 വിധത്തില്, 3 വിധത്തില്, 4 വിധത്തില്. ഈക്വൽ ഏരിയ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ചാറ്റ് ബോക്സിൽ കുറച്ച് പറഞ്ഞോളൂ. എത്രയാ പറയണേ? ഡയഗണൽ പറയുന്നുണ്ട്, ഹൊറിസോണ്ടൽ 4 ലെയർ പറയുന്നുണ്ട്, വെർട്ടി 4 ലെയർ പറയുന്നുണ്ട്. അപ്പൊ 4-5 വിധമായി. ഞാൻ പറയുന്ന ഇൻഫിനിറ്റ് വിധത്തിൽ ചെയ്യാം. ഇതാണ് സ്ക്വയർ ആയിട്ട് ചെയ്യാം, ഇങ്ങനെ വിലങ്ങനെ ചെയ്യാം, ഡയഗണൽ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? ഇതിന്റെ അർത്ഥം ഇൻഫിനിറ്റ് വിധത്തിൽ ചെയ്യാം. നമ്മളെ ലിമിറ്റേഷൻ മുഴുവൻ സ്ക്വയർ ഈക്വൽ ഏരിയ എന്ന് പറയുമ്പം നീളം വീതി ഈക്വൽ ആണെന്നല്ല. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വളഞ്ഞു ചെയ്യാം, മറ്റേ എങ്ങനെ വേണമെങ്കിൽ വളഞ്ഞു ചെയ്യാം. ദർ ആർ ഇൻഫിനിറ്റ് വേസ് ഓഫ് ഡിവൈഡ്. എന്തുകൊണ്ടാണ് നമ്മളെ ലിമിറ്റേഷൻ, ലിമിറ്റഡ് തിങ്കിങ്? എന്തുകൊണ്ടാണ് നമ്മുടെ തിങ്കിങ് ലിമിറ്റഡ് ആവുന്നത്? നമ്മുടെ തിങ്കിങ് ലിമിറ്റഡ് ആവുന്നത് നമ്മുടെ പഠന രീതിയാണ്. നമ്മളെ പഠിച്ചുകൊണ്ടാണ്. നമ്മുടെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട്, വണ്ടിക്കാളുകളാവുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അത് ചെയ്യണം എന്നുള്ളതിൽ ഒരു വിദ്യ പറയുന്നുണ്ട്. ഇപ്പം മാതൃഭൂമി പേപ്പർ രാവിലെ വരുന്നുണ്ട്. ഞാൻ പേപ്പർ വായിക്കുന്നതിനേക്കാളും മുമ്പ് ചെയ്യുന്ന വിദ്യയാണ് ഈ സൂഡോക്കോ എന്ന് പറഞ്ഞ സാധനം. അത് ചെയ്തിട്ടല്ലാതെ ചായ കുടിക്കില്ലേ. അപ്പൊ എന്താണ്, എൻ്റെ ബ്രെയിൻ എൻഗേജ് ചെയ്തിരിക്കാൻ തന്നെ സൂഡോക്കോ ചെയ്യുക. ഞാൻ അത് നാളെ ചെയ്യുന്നത് തന്നെ. സൂഡോക്കോ ആദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം. ചെയ്യുന്നത് തലച്ചോറ് വർക്ക് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് വെച്ചാൽ പസിൽസ് എന്ത് കിട്ടിയാലും വർക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് തിങ്കിങ് ഡിഫറെന്റ്ലി ആയുള്ള ഒരു എക്സസൈസ് അവിടെ കിട്ടും. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനി ഇന്ന് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്ത 3 ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെടുത്തും. ഈ ലോകത്തെ ഞെട്ടിച്ച 3 ഇന്ത്യക്കാരെയാണ് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് 3 ലോകത്തെ ഞെട്ടിച്ച 3 ആൾക്കാർ. അതൊരു ഭയങ്കര രസമുള്ള സംഭവമാണ്. ആദ്യത്തെ ആളാണ് പ്രണവ് മേസ്ത്രി എന്ന് പറയുന്നത്. ഇയാൾ MIT മിച്ചിഗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇന്ന് കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ഏറ്റവും ടോപ്പ് ഹെഡാണ്. അദ്ദേഹം കണ്ടുപിടിച്ചതിനൊന്നും കയ്യും കണക്കില്ല. അയാളെ കണ്ടുപിടുത്തത്തിന് അയാൾ പേരിട്ടിരിക്കുന്നത് 6th സെൻസ് ടെക്നോളജി എന്നാണ്. അതെല്ലാം ഇപ്പോൾ പല ഫോണുകളിലും പലതിലും ഒക്കെ അങ്ങനെ കുറേശ്ശെ ഇമ്പായി വരുന്നു. ഇയാൾ കണ്ടുപിടിക്കുന്നത് എന്താ വെച്ചാൽ, ഇയാളുടെ ഈ കൈയിന്റെ വിരൽ കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഒരു ഓബ്ജക്റ്റിനെ ആക്ഷൻ കൊണ്ട് അതിന് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് വെച്ച്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഓബ്ജക്റ്റിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാൻ പറ്റുന്ന ഇയാളുടെ പുതിയ കണ്ടുപിടുത്തം, അയാളെ കഴുത്തിലിട്ടിരിക്കുന്ന സാധനമില്ലേ, അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾ, ആ ഇന്റർവ്യൂവിന് ഒരാൾ വന്നാൽ ഈ ക്യാമറ ഉപയോഗിച്ച് ഇയാളെ പിക്ചർ ചെയ്ത് ഈ ചരിത്രം മുഴുവനും കണ്ടുപിടിച്ച് സ്വകാര്യമായിട്ട് ഇയാൾ ക്രിമിനൽ ആണോ നല്ല ആളാണോ, ഇയാൾ ഏതിന്റെ എക്സ്പെർട്ട് ആണെന്നുള്ള വിവരം അയാളെ ചെവിയിൽ എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് അൽഗോറിതംസ് വർക്കൗട്ട് ചെയ്ത്, അത്ര കണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്കൗട്ട് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളും. ഈ സാധനം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു
ഷോപ്പിൽ പോയാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന ഈ ക്യാമറയെ കൊണ്ട് കാണിച്ചാൽ ഇതിന്റെ ലോകത്തുള്ള വില എന്താണ്, ഇതിന്റെ ക്വാളിറ്റി എന്താണ്, ഇതിൽ എന്തെല്ലാം തകരാറുണ്ട് എന്ന് മുഴുവൻ പറഞ്ഞ് ചെവിയിൽ കൊടുക്കും ഇൻഫർമേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ട്രെയിൻ എപ്പോൾ വരും, ഇങ്ങനത്തെ ട്രെയിനിൽ എന്തെല്ലാം ആൾക്കാരുണ്ടാവും, എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവരങ്ങളും ഈ സാധനം വെച്ച് കൊടുക്കും. ഇതിനാണ് 6th സെൻസ്. 5ാമത്തെ സെൻസ് അല്ല 6ാമത്തെ സെൻസ് ആയിട്ട് വരും എന്ന് അയാൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു. അയാൾ ജസ്റ്റ് ഒന്ന് അയാളൊന്ന് കാണിക്കാം. ഇത് വീഡിയോ ഒരുപാട് അധികമുണ്ട്. അയാളുടെ ടെഡ് സ്പീച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ യൂട്യൂബിലോ വല്ലയിടത്തോ പോയിട്ട് പ്രണവ് മേസിന്ന് അടിക്കുക. പ്രണവ് മേസിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ അയാളുടെ വീഡിയോ കിട്ടും. ഇയാളാണ്. Unlike our most computing devices, these objects are much more fun to use. When you talk about objects, one another thing automatically comes attached to that, and that is gestures. How we manipulate these objects, how we use these objects in everyday life. We use gestures not only to interact with these objects, but we also use to interact with each other. A gesture of namaste, maybe to respect someone, or maybe in India, I don't need to teach a kid that this means sport and cricket. It comes as a part of our everyday learning. So I'm very interested from beginning that how can our knowledge about everyday objects and the gestures and how we use this object can be leveraged to our interaction with the digital world. Rather than using a keyboard and mouse, why can I not use my computer in the same way that I interact in the physical world? So I started this exploration around 8 years back, and it literally started with a mouse on my desk. Rather than using that for computer, I actually opened it. And most of you might be aware that in those days, the mouse used to come with a ball inside, and there are 2 rollers that actually guides the computer that where the ball is moving and accordingly where the mouse is moving. So I was interested in these 2 rollers, and I actually wanted more. So I borrowed another mouse from a friend, never returned him, and I have now 4 rollers. What interestingly I did with these rollers is basically I took them off from these mouses and then put in a one line. It had some strings and pulleys and some spring. And what I got is basically a gesture interface device that actually acts as a motion sensing device made out of $2. So here, whatever movement I do in my physical world, it's actually replicated inside the digital world just using this small device that I made around 8 years back, 2000. Because I was interested in integrating these 2 worlds, I thought of sticky notes. I thought, why can I not connect the normal interface of physical sticky note to our digital world? A message written on a sticky note with my mom on a paper can come to an SMS, or maybe a meeting reminder automatically syncs with my digital calendar. And ഇതിൽ ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ വീട്ടിൽ നിന്ന് കാണുക. പ്രണവ് മേസ്രി എന്നാണ്. ഇനി അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ഡോക്ടറെയാണ്. ഇയാൾ 7ാം വയസ്സിൽ സർജറി നടത്തി. അയാൾ രാജസ്ഥാൻകാരനാണ്. അക്രിത് ജസ്വാൾ വേൾഡ് ശ്രദ്ധ നേടിയ ആളാണ്. ഈ അക്രിത് ജസ്വാളിന്റെ തമാശ എന്താ വെച്ചാൽ, അയാൾ ഗ്രാമത്തിലെ എല്ലാം പഠിച്ച ഡോക്ടറേറ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ മുഴുവൻ ചികിത്സ സൗജന്യമാണ്. ഇയാൾ ഡോക്ടറെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇയാൾ അവിടെ ഫുട്ബോൾ കളിക്കുകയായിരിക്കും. അവിടുന്ന് ഓടി വന്ന് അയാളെ ഡോക്ടറെ ട്രീറ്റ് ചെയ്യും. ഇത് ഒരു അത്ഭുതമാണെന്ന് കണ്ടപ്പോൾ ലണ്ടനിലെ ക്വീൻസ് ഹോസ്പിറ്റൽ അയാളെ വിളിച്ചു. ക്വീൻസ് ഹോസ്പിറ്റൽ സിമുലേറ്റഡ് ഓപ്പറേഷൻ ഇയാളെ കൊണ്ട് ചെയ്യിച്ചു. അതായത് മനുഷ്യന്റെ മുകളിലല്ല, പ്ലാസ്റ്റിക്കിന്റെ സാധനത്തിന് മുകളിൽ ചെയ്യിച്ചു. അവർ അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇത്രയും കഴിവുള്ള ഒരു പയ്യനെ നമ്മൾ കണ്ടിട്ടില്ല. അതിനുശേഷം അവരെ സംസാരം പോയത് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റിന്. ഈ ജസ്വാളിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നു, ജസ്വാൾ എന്ന് പറഞ്ഞാൽ 7 വയസ്സായ പയ്യൻ അന്ന് പറഞ്ഞത്, ഇന്നിപ്പോൾ 10 വയസ്സായിട്ടുണ്ട്, 12 വയസ്സുണ്ട്. അയാൾ പറയുന്നത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു, ക്യാൻസറിന് ഇതുവരെ അങ്ങനെ ഒരു ക്യൂർ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇയാൾ പറഞ്ഞു, ഐ ഹാവ് certain things like I can cure cancer with genetic modification. ഡോക്ടർ ഞെട്ടി. അതിന്റെ എക്സ്പെരിമെന്റ് ഒന്നും എവിടെ എത്തിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പയ്യൻ തിരിച്ചു പറഞ്ഞത്, ദാറ്റ് ഈസ് സീക്രട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് സീക്രട്ട് ആണെന്നാ പറഞ്ഞത്.
അപ്പൊ ഡോക്ടർമാർ പറയുന്നു ഇവന് അപാര കഴിവുള്ളവനാ, ഹൈലി ക്രിയേറ്റീവ്, തിങ്കിങ് ഡിഫറെന്റ്ലി, വലിയൊരു കഴിവുള്ള മനുഷ്യനാണ്. ഇതൊക്കെ അയാള് ചെറിയൊരു വീഡിയോ ആണ്, ക്വീൻസ് ഓഫ് ഡോക്ടേഴ്സ് അയാളായിട്ട് സംവദിക്കുന്ന ഡോക്ടറാണ്, ഡോക്ടേഴ്സിനുള്ള വീഡിയോ ആണ്. അയാള് സിമുലേറ്റഡ് ഓപ്പറേഷൻ നടത്തുന്നു. India, of course, was one of the pioneering places for laparoscopic surgery, especially in urology. Gastrointestinal, actually. Yeah, gastrointestinal is the most common. I think there's undoubtedly a need to impress. This is a new environment. It's a dream for him to come here, and clearly he wants to show a good showing. And by the look of him, he's had plenty of practice doing that, obviously in India, and he's a natural performer. Akrit continues to perform, happy to show off his knowledge to bemused medical students twice his age. ഞാൻ ഇതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇത് അക്രിത് ജസ്വാൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് ഏറ്റവും തമാശയുള്ള ഒരു ക്യാരക്ടറാണ്. മൂന്നാമത് അങ്കിത് ഫാദിയ. അയാൾ ആദ്യത്തെ പുസ്തകം, ഈ പുസ്തകം അവൈലബിൾ അല്ല കേട്ടോ, വാങ്ങാനും പിടിക്കാനും കിട്ടില്ല, ഒക്കെ 15 എഡിഷൻ ഉണ്ടോ കഴിഞ്ഞിട്ടുണ്ട്. അയാളാണ് ഇന്ത്യയിലെ ആദ്യത്തെ എത്തിക്കൽ ഹാക്കർ. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു സയൻസ് ഡെവലപ്പ് ചെയ്തതാണ്. അയാളെ ഫസ്റ്റ് ബുക്ക് എത്തിക്കൽ ഹാക്കിംഗ് ഹി റോട്ട് അറൌണ്ട് ദ ഏജ് ഓഫ് 15. 15ാമത്തെ വയസ്സിൽ അയാളുടെ ബുക്ക് ചെയ്തു. ഇപ്പം 10-12 പബ്ലിക്കേഷൻസ് കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ നിന്നും ഹാക്ക് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക, ഹാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കും, അതിനുശേഷം ഹാക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. ഞാനിത് ഇയാളുടെ തമാശ പറയണമെങ്കിൽ ഇയാളുടെ 1.5 മണിക്കൂർ സെഷൻ NIT-യും IIM-K-യും കൂടി കോഴിക്കോട് വെച്ച് നടത്തി. 15 ലക്ഷം രൂപയാണ് അയാൾ ഫീസ് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അയാളെ പ്ലെയിൻ ഫെയറും ചിലവെല്ലാം കൂടി ഒരു മണിക്കൂറിന് അയാളുടെ ചാർജ് അത്രയാണെങ്കിൽ ഹൗ മച്ച് വർത്തി ഹീസ് എന്നുള്ള. അയാൾക്കെതിരെ ഒരുപാട് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എത്തിക്കൽ ഹാക്കിംഗ്, ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എങ്ങനെ ഹാക്ക് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം എന്ന് പറയുന്ന ഇന്ത്യയിലെ 3ാമത്തെ ഒരു ബുദ്ധിരാക്ഷസനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തി. ഇയാളുടെ ഇത് വാട്ട് ദ ഹാക്ക് എന്ന് പറഞ്ഞിട്ട് MTV-യിൽ എപ്പോഴും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും അതിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് എന്തെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ആലോചിച്ചാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് 2 സ്ക്രീനുള്ള ലാപ്ടോപ്പ് വന്നൂടെ, 3 സ്ക്രീനിലെ ലാപ്ടോപ്പ് വന്നൂടെ, 3D ടെലിവിഷൻസ് കുറച്ചുകൂടി സജീവമായിരുന്ന് കണ്ടൂടെ, 3D ടെലിവിഷൻ പോസിബിൾ. ഡിഫറെൻ്റ് ആയിട്ട് ആലോചിച്ചാൽ നമ്മുടെ ആലോചിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെ കുറിച്ചാണ്. എന്താണ് ഇത്? ബ്രെയിനാണ് നമ്മളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് 10 മുതൽ 20 കോടി ബ്രെയിൻ സെൽ ഒരു സാധാരണ മനുഷ്യനുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ 10% മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. അതായത് നമുക്ക് 2 മനസ്സുണ്ട്, ഒന്ന് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അടുത്തത് അൺകോൺഷ്യസ് മൈൻഡ്. അതിൻ്റെ ഇടയിലൊരു മനസ്സുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ്. ഇനി ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ആലോചിക്കാൻ പറ്റുന്നില്ല സബ് കോൺഷ്യസ് മൈൻഡ് മൂഡ്? അതിന് ഈ നമ്മളൊരു എന്തായാലും പറയാ, കോൺഷ്യസ് മൈൻഡ് 10% ആണ് കമാൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിന്റെ കമാൻഡോടുകൂടി വർക്ക് ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടി വിവരമായിട്ട് എഡ്യൂക്കേഷൻ ഇതെടുക്കും. അതായത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വെള്ളത്തിലിട്ട ഒരു ഐസ് പോലെയാണ്. വെള്ളത്തിലിട്ട ഐസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് അല്ലേ? ഐസിന്റെ കുറച്ച് ഭാഗമേ മുകളിലേക്ക് ഉണ്ടാവും, ബാക്കി 90% വെള്ളത്തിന്റെ അടിയിലുണ്ടാവും. ഈ 10% മുകളിലുള്ള ഭാഗമാണ് കോൺഷ്യസ് എന്ന് പറയുന്ന ഭാഗം, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ബിഹേവിയറെല്ലാം ഈ 10% കൊണ്ടാക്കി. മനസ്സിന്റെ ഈ അടിയിൽ കിടക്കുന്ന ഭാഗം അൺകോൺഷ്യസ് മൈൻഡും അതിനെ 2-3 ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം അൺകോൺഷ്യസ് മൈൻഡ് എന്നറിയാം. സബ് കോൺഷ്യസ് മൈൻഡ്, സൂപ്പർ ഈഗോ, ഈഗോ, ഈദ് എന്ന് പറഞ്ഞ 3 ഭാഗമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ 90% നമ്മളെ ഡ്രൈവേഴ്സ് ബിഹേവിയറിനെ, നമ്മൾ ചെയ്യുന്ന ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന 90% എന്ന് പറയുന്നത് ഈ അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ ചെയ്യുന്ന പെരുമാറ്റത്തിന്റെ രീതി, നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി, ഇതെല്ലാം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഇതിന്റെ 10% നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഇനി ഈ ഭാഗമാണ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഞാൻ ഇതിന് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരാൾ
അയാൾ റോട്ടിലൂടെ പോകുമ്പോൾ അയാള് ഒരു പഴംപൊരി കാണുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് അയാൾ അൺകോൺഷ്യസ് മൈൻഡിൽ എന്താ ഉണ്ടാവുന്നത്? വിശക്കുന്നു, പഴംപൊരി തിന്നണം. അയാൾ ഒന്നും ചോദിക്കാതെ നേരെ ഹോട്ടലിൽ പോയി ആ അൽമാറ തുറന്നൊരു പഴംപൊരി എടുത്ത് തിന്നു. തിന്നപ്പോഴാണ് ഒരു പിച്ചക്കാരനാന്ന് കരുതുക, അയാൾക്ക് ഹോട്ടലിൽ സപ്ലയർ വന്നൊരു ബില്ല് കൊടുത്തു, 10 റുപ്യാന്നൊരു ബില്ല് കൊടുത്തു. ഇയാളുടെ അടുത്ത് 10 പൈസയില്ല. അപ്പൊ ആ ഹോട്ടലുകാരൻ വന്നിട്ട് പൈസ കൊടുത്ത് പോടാന്ന് പറഞ്ഞു. അവൻ ചീത്ത പറഞ്ഞു. അവസാനം അയാൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് 2-3 അടി കിട്ടി. അയാളെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ അടിയാ. അടി എന്താ പഠിപ്പിച്ചത്? വിശന്നാൽ ഹോട്ടലിൽ പല സാധനങ്ങൾ ഉണ്ടാവും, അത് പൈസ ഇല്ലാതെ ചാടി എടുത്ത് പോയാൽ അത് അടി കിട്ടും എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ കിട്ടിയത് അവിടെയാ. അപ്പൊ അയാളെ മനസ്സിന്റെ ഉള്ളിൽ പഴം തിന്നണം എന്ന വികാരം അടിയിലുണ്ടായിരുന്നു. അത് ഡും എന്ന് പറഞ്ഞു. ഇവിടെ വിദ്യാഭ്യാസം എന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് പഴം പോയി തിന്നു. അടി കിട്ടിയുകൊണ്ട് അടുത്ത പ്രാവശ്യം മനസ്സിൽ പഴംപൊരി തിന്നണം എന്നൊരു വിചാരം വന്നാൽ അത് നേരെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരാൻ നേരത്ത് ഈ ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം ഫിൽട്ടർ ചെയ്യും. അതായത് നമ്മുടെ വിദ്യാഭ്യാസം. ഈ ഫിൽട്ടർ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് അയാൾ പോയിട്ട് കഴിക്കില്ല. ഇനി ഇതിന്റെ അപകട അവസ്ഥയാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ഐഡിയകൾ, ഇഷ്ടംപോലെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പൊ ഒരു പാട്ട് പാടുന്ന ആള് അയാൾ കോൺഷ്യസ് ആയിട്ടല്ല പാടുന്നത്, അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരുന്നിട്ടാണ് പാട്ടൊക്കെ വരുന്നത്, പാടുന്നത്. ഒരു കഥ എഴുതുന്ന ആള് കോൺഷ്യസ് ആയിട്ടല്ല അയാൾ കഥ എഴുതുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് അയാൾ കഥ എടുത്ത് എഴുതുന്നത്. ഒരു പെയിന്റ് ചെയ്യുന്ന ആൾ കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുന്നത്, അയാൾ സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ആയിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് പാടിയപ്പോൾ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പാടിയാൽ കൂവും, അങ്ങനെ കൂവല് കിട്ടുന്ന പേടിച്ചുകൊണ്ട് പാടണം എന്ന നമ്മുടെ ചിന്ത ഓടിയിട്ട് വരുമ്പം ഈ ഫിൽട്ടർ തടയും, വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ താഴോട്ട് പോകും. 2 സ്മോൾ അടിക്കാൻ നേരത്തെ ഈ ഫിൽട്ടറൊക്കെ ചിലപ്പോൾ ഒന്ന് വേടനാവും. ആ സമയത്ത് പാട്ടാണ്ട് പാടും, അല്ലേ? അപ്പൊ എന്താണ്, ചിലര് ഇത് ഒന്ന് വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലരൊക്കെ സ്മോൾ അടിക്കുക, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പൊ അത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അൺകോൺഷ്യസ് മൈൻഡിനെ നമ്മൾ വിദ്യാഭ്യാസമാണ്, നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ ബിഹേവിയറിലേക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കുന്നത്. നല്ലതോ ചീത്തയോ അതെനിക്കറിയില്ല, നല്ലതോ അവ ചീത്തയാവും. അതല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ വേണം, അതല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്ക് മനസ്സിലായി, എനിക്കൊരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ചാടിക്കറി പിടിക്കാൻ പറ്റൂ. എഡ്യൂക്കേഷൻ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫിൽട്ടർ ആണ് നമുക്ക് പലപ്പോഴും ഈ കലാകാരന്മാരെ അല്ലാതാക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഡീസ്കൂളിംഗ് സൊസൈറ്റിയൊക്കെ എന്നുള്ള ചിന്താഗതി വന്നു. ഞാൻ പറഞ്ഞു വന്നത് ആ കുഴഞ്ഞൊരു കേസാണ്. വേണം വേണ്ട എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമാണ്, എത്ര കണ്ട് ആവാൻ പാടില്ല എന്നുള്ളതും ചർച്ചാ വിഷയം. അപ്പൊ ഇതാണ് നമ്മുടെ തകരാറ്. ഇനി ഇതിലൊരു കഥ പറയുകയാണെങ്കിൽ, ജംഗിൾ ഫൗൾ, അതായത് കൊളക്കോഴി എന്ന് പറയും. കൊളക്കോഴി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സ്പീഡിൽ ഓടുന്ന പക്ഷിയാണ്. അത് കൊളക്കോഴി നമുക്ക് വെടിക്കാനോ അതിനെ അമ്പ് ചെയ്യാനോ പറ്റില്ല, ഭ്രം പെട്ടെന്ന് പറന്നു പോകും. അങ്ങനെ കൊളക്കോഴി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കൊളക്കോഴി മനുഷ്യരെ എടുത്തു വന്നിട്ട് മനുഷ്യന്റെ വേസ്റ്റ് ഒക്കെ തിന്ന് അങ്ങനെ മനുഷ്യരായിട്ടൊരു സഹവാസം തുടങ്ങി. അങ്ങനെ സഹവാസം തുടങ്ങി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു, മനുഷ്യൻ കുറേശ്ശെ ഭക്ഷണ സാധനങ്ങൾ അതിന് ഇട്ട് കൊടുത്തു. ആദ്യം അതിന് കണ്ടീഷൻ കൊടുത്ത് അതിന്റെ മുട്ട നമുക്ക് തന്നാൽ മതി. അങ്ങനെ ഓടാനും പറക്കാനും പഠിച്ച പക്ഷികളെ ഓടാൻ മറന്നു, പറക്കാൻ മറന്നു. അതിന്റെ പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ നമ്മൾ കുറുക്കൻ്റെ അടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൂട്ടിലോട്ട് വളർത്തി അതിന്റെ ഭക്ഷണവും തിന്നു, അതിനും തിന്നാൻ തുടങ്ങി. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ബേർഡ് എന്തായി, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ലഗോൺ കോഴിയായി മാറി. നമ്മളെ ബ്രെയിന് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളെ ലഗോൺ കോഴി ആയി മാറും. ഇന്നത്തെ ലഗോൺ കോഴി, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലഗോൺ കോഴി നോക്കൂ, എന്തിനാ പറ്റുക? വെറും മാംസപിണ്ഡം, ഓടാനറിയില്ല, ചാടാനറിയില്ല, തിന്നാനും മാംസപിണ്ഡം ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക രൂപമായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ആലോചിച്ചിട്ടില്ല എങ്കിൽ ലഗോൺ കോഴിയായി മാറാതിരിക്കണമെങ്കിൽ ഈ ബ്രെയിൻ സെല്ല് ഉപയോഗിക്കണം, ഡിഫറെൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം. ലുക്ക് അറ്റ് ദിസ് ചാർട്ട്. നമുക്ക് 2 ബ്രെയിൻ ഉണ്ട്. ഈ ബ്രെയിൻ പ്രകാരം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ.
ഒന്ന് ഇത് വായിക്കാൻ പറ്റുമോ? ഇതെന്താണ്? യെല്ലോ വായിച്ചോ? യെല്ലോ. ഇതോ? ബ്ലൂ. ബ്ലൂ. ഇത് ഓറഞ്ച്. ഓറഞ്ച്. ഇത് ബ്ലാക്ക്. ബ്ലാക്ക്. റെഡ്. റെഡ്. ഇത് ഗ്രീൻ. ഗ്രീൻ. പർപ്പിൾ. 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 യെല്ലോ. ആ റെഡ്. റെഡ്. ഓറഞ്ച്. 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 ഗ്രീൻ. ഗ്രീൻ. ബ്ലാക്ക്. ബ്ലാക്ക്. ബ്ലൂ. റെഡ്. പർപ്പിൾ. അത് red, വായിക്കാൻ പറ്റും. purple, ഇനി അടുത്ത ചോദ്യം. ഇത് നിങ്ങൾ വായിക്കണ്ട, പക്ഷെ കളർ എന്താന്ന് പറഞ്ഞാൽ മതി. ഇതെന്താ പറയാ? ഗ്രീൻ. Green. ആ Green. Red. അതെ. Red. Purple. ആ Yellow. Yellow. Purple. White. White. Red. Purple. Green. Blue. Purple. White. Yellow. ആ White. Red. Red. Yellow. Orange. Green. Black. Blue. Purple. Red. White. Purple. Green. Blue. Purple. Orange. Red. Green. അപ്പൊ എന്റെ ചോദ്യം, ആദ്യത്തത് വായിക്കാനാണോ സുഖം, രണ്ടാമത് വായിക്കാനാണോ സുഖം? ആദ്യത്തെ വാക്കുകൾ വായിക്കണം. ഇനി രണ്ട് വിധത്തിലാണ് ആൾക്കാർ. നമ്മൾ ലെഫ്റ്റ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തവരും റൈറ്റ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തവരും. ഈ ലെഫ്റ്റ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തവര് ആദ്യത്തത് വായിക്കാനാണ് എളുപ്പമുണ്ടാവുക. റൈറ്റ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തവർക്ക് രണ്ടാമത് വായിക്കാനാണ് എളുപ്പമുണ്ടാവുക. അതായത് റൈറ്റ് ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇത് കളർ എന്താന്ന് മനസ്സിലാക്കുന്നത്. ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ലാംഗ്വേജ് എന്താന്ന് ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് ബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിദ്യ കൂടി ഉണ്ട്. ഇതിനാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ബ്രെയിൻ ട്രൈസ് ടു സേ ദ കളർ ബട്ട് ലെഫ്റ്റ് ബ്രെയിൻ ഇൻസിസ്റ്റ് ഓൺ റീഡിങ് ദ വേർഡ്. അതുകൊണ്ടാണ് ആദ്യത്തതും രണ്ടാമത്തതും വായിക്കുമ്പോൾ ഉള്ള കോൺഫ്ലിക്റ്റ്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഇതൊരു സ്ത്രീ തിരിയുന്ന വീഡിയോ ആണ്. ഇത് ഇടത്തോട്ടാണോ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ഈ സ്ത്രീ തിരിയുന്നതെന്ന് പറയാം. ഇത് എങ്ങോട്ടാ തിരിയുന്നത്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? എങ്ങോട്ടാ തിരിയുന്നത്? ഇത് കണ്ണടച്ചിട്ട് വീണ്ടും ഒരു മിനിറ്റ് കണ്ണടക്കിയ വീണ്ടും നോക്കുക, അതർ മറ്റേ ഭാഗത്തേക്ക് തിരിയുന്നുണ്ടോ എന്ന്. ചെയ്യണ്ടല്ലോ. ഈ വീഡിയോയില് ചിലർക്ക് ഇത് ക്ലോക്ക് വൈസ് തിരിയുന്നതായിട്ട് കാണാം. എത്ര പേർക്ക് ക്ലോക്ക് വൈസ് തിരിയുന്നതായിട്ട് കണ്ടു? വീഡിയോ കണ്ടിന്യൂറ്റി ഇല്ല. അതാണ് അത്ര ക്ലിയർ ആവില്ല. അപ്പൊ അത് വീഡിയോ സൂമിൽ അത്ര ക്ലിയർ ആവില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വലത്തോട് തിരിയുന്നതായിട്ട് കാണാം, ചിലർക്ക് ഇടത്തോട് തിരിയുന്നതായിട്ട് കാണാം. അതും ഇതേമാതിരി റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ്റെ കോൺഫ്ലിക്റ്റും ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് മ്യൂസിക്, ലാംഗ്വേജ്, പോയട്രി ഒക്കെ നോക്കുന്ന ഭാഗമാണ്. ലെഫ്റ്റ് ബ്രെയിൻ നിന്ന് ലോജിക്ക്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, റീസണിങ് ഇതെല്ലാം നോക്കുന്നതാണ്. ഞാനൊരു പസിൽ തരാൻ പോവാണ്. നിങ്ങൾ പിന്നെ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ശല്യം ഉണ്ടാവും ഈ ഹോംവർക്ക് ആയിട്ട്. അതായത് 30 രൂപയുടെ ഒരു ഇരുമ്പിന്റെ കട്ടിയുണ്ട്. അതിനെ 1, 2, 3, 4, 5 ആയിട്ട് മുറിക്കാൻ പോകും. 5 ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ആ ഇരുമ്പിന്റെ കട്ടി കൊണ്ട് 1 കിലോന്റെ കട്ടി, അങ്ങനെ ഏതെങ്കിലും ഉണ്ട്, 2ന്റെ ആവാം, 3ന്റെ ആവാം, 4ന്റെ ആവാം, 9ന്റെ ആവാം, 5ന്റെ ആവാം, 10ന്റെ ആവാം, 12 ആവാം. അങ്ങനെ 5 കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 കിലോ വരെ തൂക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര കിലോന്റെ കട്ടിയായിട്ട് മുറിക്കണം എന്ന ചോദ്യം. ഉദാഹരണത്തിന് 1 കിലോന്റെ കട്ടിയും 2 കിലോന്റെ കട്ടിയും ആയിട്ട് മുറിച്ചാൽ 1 തൂക്കാം, 2 തൂക്കാം, 3 തൂക്കാം. അതുമാതിരി 5 കിലോന്റെ കട്ടിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കിലോ വെച്ചിട്ട് 3 തൂക്കാം. 5 സ്ഥലത്തും 2 സ്ഥലത്തും വെക്കാം. അങ്ങനെ ആ കട്ടി ഉപയോഗിച്ചിട്ട് എത്ര 5 കട്ടിയായിട്ട് മുറിക്കണം, 30 കിലോന്റെ കട്ടി ഏതെല്ലാം കിലോ ആയിട്ട് തൂക്കണം എന്നാണ് ചോദ്യം. ഇത് ലെഫ്റ്റ് ബ്രെയിനോട് സോൾവ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ബ്രെയിനോട് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ നോക്കുക, ഹോംവർക്ക് ആയിട്ട് ഞാൻ തന്നാണ്, സൗകര്യം പോലെ നോക്കിയാൽ മതി. അപ്പൊ ജുഡീഷ്യൽ ലെഫ്റ്റ് മൈൻഡ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ മൈൻഡാണ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് മൈൻഡ്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം റൈറ്റ് ബ്രെയിനോട് ഉപയോഗിക്കണം എന്നാണ്. ഇനി ക്രിയേറ്റീവ് ആയുള്ള ആൾക്കാരെ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഡിഫറെൻ്റ് ആയിട്ട് ആലോചിക്കുന്ന ആൾക്കാരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പ്രത്യേകതര സ്വഭാവക്കാരാണ്. വേവേർഡ്, ആര് പറഞ്ഞാലും കേൾക്കില്ല. ടെമ്പറമെന്റ്, ഇടയ്ക്ക് ചൂടാവും,
അവർ ഒരു ഡിസിപ്ലിനും ഒതുങ്ങില്ല. സെൽഫ് സെന്റേഡ് ആയിരിക്കും, അവന്റെ കാര്യം മാത്രമായിരിക്കും. അതായത് നമ്മൾ കാണുന്ന ചില കുട്ടികൾ ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ ക്രിയേറ്റീവും ഡിഫറെന്റ് ആയിട്ട് ആലോചിക്കുന്ന ആളാവാൻ സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ഉറപ്പാണ്, അവരെല്ലാവരും കൂട്ടുകൂടിയിട്ടല്ല അയാൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം, ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയാള് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരും ക്രിയേറ്റീവ് ആയുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റക്കായല്ലോ. അപ്പം ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവർ ഇങ്ങനത്തെ ആൾക്കാരാണ്. ഒരു കുട്ടിയാണ് ശരിക്കും നമുക്ക് കുട്ടിയായിട്ട് ചിരിക്കുന്ന, കുട്ടിയായിട്ട് കളിക്കുന്ന, കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, കുട്ടി മനസ്സുള്ള ആൾക്കാർ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും. അവരെപ്പോഴും ഒരു ഫാന്റസി വേൾഡ് ഇമാജിനേഷൻ ഉണ്ടാവും. നമ്മൾ ഈ ഫാന്റസി ഇമാജിനേഷൻ ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്താണ് സ്പൈഡർമാൻ, ഇതൊക്കെ എന്ത് സിനിമയാന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ കുറേ സിനിമകൾ നോക്കൂ, സിനിമകൾ മുഴുവനും നമുക്കൊരു മനസ്സിന് ആലോചിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ആ സിനിമകൾ പറയുന്നത് അല്ലേ. മാട്രിക്സ്, ടൈം എന്നൊക്കെ പറഞ്ഞ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഒക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുകളാണ്. ആരും ആലോചിക്കാത്ത വിധത്തിൽ ആലോചിക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി. ഈ സിനിമകളൊക്കെ ഇറങ്ങാൻ കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സ്പൈഡർമാൻ വരുന്നില്ല, എന്തുകൊണ്ട് ടൈം എന്ന സിനിമ വരുന്നില്ല, എന്തുകൊണ്ട് അതുപോലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ട് ആലോചിച്ച് സിനിമകൾ വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മളെ ക്രിയേറ്റീവ് അതിൻ്റെ അത്ര ഉണ്ടായി നിൽക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഏകദേശം ഇത് അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാനുള്ളത്, ഇമ്പോസിബിൾ ആയിട്ട് ഡ്രീം ചെയ്യാൻ സാധിക്കുന്നവർക്ക് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ഇത് വേണ്ട, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കാനുള്ളത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇതിൽ രണ്ടുപേരെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഈ രണ്ടുപേരാരാണ്? ഒന്ന് ബരാക് ഒബാമ, മറ്റേതോ? ബരാക് ഒബാമ. ബോൾട്ട് ആണ്, ബോൾട്ട്. നല്ല ചിന്ത. ഏതായാലും സിഗരറ്റ് വലിക്കുന്ന ആള് ബരാക് ഒബാമയാണ്, മറ്റേ ആള് അയാളുടെ ജ്യേഷ്ഠനാണ്. ഇവര് ജനിച്ച് വളർന്ന വീട്ടിന്റെ മുന്നിലാണ് അവര് നിൽക്കുന്ന വീട്. ഒരു ഫോട്ടോ ആണ്, നോക്കൂ. ബരാക് ഒബാമ അയാളെ ജ്യേഷ്ഠനാണ്. ബരാക് ഒബാമ എവിടെ കിടക്കുന്നു, അയാളെ ജ്യേഷ്ഠനോട് കിടക്കുന്നു. അത് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതായത് ഹുസൈൻ എന്നാണ് അയാളുടെ പേര്, ഹുസൈൻ ബോൾട്ട് അല്ല. അയാൾ ഇപ്പോഴും തേർപ്പാട്ടയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഡിഫറെന്റ് ആയിട്ട് ആലോചിക്കാനോ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാണാനോ അയാൾക്ക് പറ്റിയില്ല. ഈ മനുഷ്യൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ്, മറ്റേ ആൾ ഇപ്പോഴും തേർപ്പാട്ടയിന് ഓടി ജീവിക്കും. ഇനി പറയാനുള്ളത് ഇത് നോക്ക, ഈ ഏറ്റവും മനോഹരമായ ബുർജ് ഖലീഫ എന്ന ഏകദേശം 1 കിലോമീറ്ററോളം 828 മീറ്ററോളം ഉയരമുള്ള, അതിന്റെ 163 ഫ്ലോറുകളുള്ള, 2004 കൺസ്ട്രക്ഷൻ തുടങ്ങിയ MR പ്രോപ്പർട്ടീസിന്റെ ഇത്രയും ആൾക്കാർ ഇരുന്ന് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അത്ഭുത സൃഷ്ടി. ഇന്നിപ്പോ ആ ഭാഗത്തേക്ക് ആരും പോകണേ ഇത് കാണാതെ പോരാൻ പറ്റില്ല. ഇതൊരു വലിയൊരു ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ്. ഇത് ഉണ്ടാക്കി കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താ രസം എന്ന് വെച്ചാല്, മനുഷ്യന്റെ ക്രെയിൻ കൊണ്ട് ഈ സാധനത്തിൽ ഇറക്കാൻ പറ്റില്ല, അതിനേക്കാൾ ഉയരത്തിലെത്തിപ്പോയി. ക്രെയിൻ അതിന് മുകളിൽ കയറില്ല. അങ്ങനെ സ്ഥലത്ത് സ്റ്റക്കായി. അപ്പോൾ സാധനങ്ങൾ അവിടെ ഇറക്കിയത് ഹെലികോപ്റ്റർ വെച്ച് ഇറക്കിയത്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വന്നപ്പോൾ അവർ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ട ഗതികേട് വന്നപ്പോൾ അവിടുത്തെ ഖലീഫ പറഞ്ഞു, ഞാൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള പൈസ തരാം, കാരണം ഈ പ്രോജക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻ്റെ പേര് കൂടി ഇടണം. അങ്ങനെ ബുർജ് ടവർ എന്നുള്ളതിന് ബുർജ് ഖലീഫ ടവർ എന്നിട്ടു. ആ കൺസ്ട്രക്ഷൻ പൂർത്തിയായി. ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങൾ ദുബായ് പോവുകയാണെങ്കിൽ ഇത് കാണാതെ ഒരു മനുഷ്യനും വരില്ല. അടുത്ത് നോക്കൂ, ഇവരൊക്കെയാണ് അതിന്റെ എന്താ പറയാ, അയാളാണ് അതിന്റെ ചീഫ് ആർക്കിടെക്ട്. ചൈനയിലെ ലോകത്തെ ഏറ്റവും വലിയ ഡാമാണ് ദ 3 ഗോർജസ് ഡാം എന്ന് പറയും. ഹൈഡ്രോളിക് പാർട്ടാണ് ഇത്. യാങ്ടീസ് റിവറിന്റെ ഇതാണ്. യാങ്ടീസ് റിവർ എന്ന് പറയുന്നത് അവിടെ മഴക്കാലത്ത് ആ ഭാഗം മുഴുവനും വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പുഴയാണ്. ആ പുഴയുടെ മുകളിൽ ഇങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ഡാം. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ എല്ലാ ഗവൺമെന്റ് എഴുതിത്തള്ളുക, പക്ഷെ അത് നടപ്പിലാക്കി. ഇനി സിംഗപ്പൂർ എന്ന രാജ്യം നോക്ക്. ലോകത്തെ ഏറ്റവും മനോഹരമായ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, കടൽ കൊള്ളക്കാരുടെ സ്ഥലമായിരുന്നു.
അതുവഴി പോകുന്ന കപ്പലിൽ പിടിച്ചുപറിക്കാർ കേന്ദ്രമായി. അതെന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി? എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റാൻ സാധിച്ചു? ലിക്വാൻ യൂബ് എന്ന പ്രൈം മിനിസ്റ്ററാണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. അതിനുശേഷം ഇന്ത്യക്കാരൻ വന്നു, പലരും വന്നു. അവർ ഡിസിപ്ലിൻ, ലോകത്തെ ഏറ്റവും വലിയ പട്ടാള ഭരണം വന്നു. കള്ളന്മാരെയും അഴിമതിക്കാരെയും മുഴുവൻ ജയിലിലാക്കി. ഇന്ന് സിംഗപ്പൂർ ഒരു ഫൈൻ സിറ്റി എന്ന് അറിയപ്പെടുന്നു. കാരണം അവിടെ തെറ്റ് കാണിച്ചാൽ ഫൈൻ വരും, റോട്ടിൽ തുപ്പിയാൽ ഫൈൻ വരും, വേസ്റ്റ് റോട്ടിൽ എറിഞ്ഞാൽ ഫൈൻ വരും. അതുകൊണ്ടാണ് ഫൈൻ സിറ്റി എന്ന്. അപ്പൊ എന്താണ്, നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ആലോചിച്ചാൽ ഒരു കൊള്ളക്കാരുടെ നഗരം പോലും നന്നാക്കി എടുക്കാം എന്നുള്ള തെളിവാണ് സിംഗപ്പൂർ. വടയുണ്ടാക്കുന്ന മെഷീൻ. വടയുണ്ടാക്കാനുള്ള മെഷീൻ കാണിച്ചിരുന്നു. നമ്മൾ നാളികേരം പൊളിക്കുന്ന മെഷീൻ നോക്കൂ, അതൊരു പുതിയ വേറിട്ട് ചിന്തയുടെ കഴിവല്ലേ. എന്തിനു പറയുന്നത്, തെങ്ങുമ്മ കയറുന്ന മെഷീൻ നോക്കൂ, അതും വേറിട്ട് ചിന്തിച്ചതിന്റെ കഴിവല്ലേ. അത് വേറിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഇതിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ 8th ഹാബിറ്റ് ഒരു പുസ്തകമുണ്ട്, ദ ലോ ഓഫ് ടീം വർക്ക് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, ലോ ഓഫ് ബ്രാൻഡിങ് എന്ന പുസ്തകമുണ്ട്, ഡിസ്ട്രക്റ്റീവ് തിങ്കിങ് എന്ന ചെറിയ ബുക്കുണ്ട്, ആക്സലറേറ്റഡ് ലേണിംഗ് ഇൻ 21st സെഞ്ചുറി എന്നൊരു ബുക്കുണ്ട്, സ്പീഡ് റീഡിങ് എന്നെല്ലാം ഉണ്ട്. ഇനി ഇത് മാർക്കറ്റിംഗിൽ എങ്ങനെ ഉപയോഗിച്ചു എന്നോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ വീഡിയോ അവൈലബിൾ അല്ല, പിന്നീട് ഒക്കേഷനിൽ കിട്ടാം. അപ്പൊ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിത്ത് ഇൻ എ ഡേ ഇഫ് യു ഡോണ്ട് കം അക്രോസ് പ്രോബ്ലംസ് you can be sure that you are traveling in a wrong path. വിവേകാനന്ദൻ പറഞ്ഞ മാതിരി. ആൻഡ് road not taken, രണ്ട് റോഡുകളുണ്ട്, 2 roads diverge in a yellow wood, and sorry I could not travel both, and be one traveler long I stood and looked down far as I would to where it bend undergrowth, then I took the other as fair, and having perhaps the better claim because it was grassy and wandered bare, though as far as passing there had worn really about the same. രണ്ട് പാതകളുണ്ട്, ഒന്ന് സുഗമമായ പാതയാണ്, മറ്റത് സുഗമമല്ലാത്തൊരു പാതയുണ്ട്. ഞാൻ ആ പാതയിലേക്ക് തിരിഞ്ഞു, റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതാണ്. അതുകൊണ്ട് പുതുത് കാണാൻ പറ്റി. 2 roads diverge in a wood, I took the one less traveled by and that has made all the difference. അപ്പം പാതകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരും യാത്ര ചെയ്യാത്ത പാതകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട്, വിഷ് യു ഓൾ എ ബ്യൂട്ടിഫുൾ ഡേ. This is my phone number if you require, and any doubts or any questions you can ask now. Thank you, Varada sir. Anup. Oh, yes.